ആ, എല്ലാവർക്കും നമസ്കാരം. ENFUA കരിയർ ഗൈഡൻസ് സെഷന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് വിശ്വകർമ്മ എന്ന് പറയുന്ന സമുദായത്തിന്റെ ഒരു ഉന്നമനത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളുടെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ENFUA എന്ന് പറയുന്ന ഈ ഒരു വിങ്, അതായത് വിശ്വകർമ്മ നവോത്ഥാൻ ഫൗണ്ടേഷന്റെ ഈ ഒരു വിങ് ഒരുപാട് സെഷൻസ് ഇനിയും ഫ്യൂച്ചറിലും കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട്, അതായത് തുടക്കമെന്ന നിലയിലാണ് നമ്മളുടെ യുവജനങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെ പല പ്രോഗ്രാംസും ഓർഗനൈസ് ചെയ്യുന്നത്. അതിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കുട്ടികളെ, അതായത് പാരൻസ് ആണെങ്കിൽ പാരൻസ് അവരുടെ കുട്ടികളെ മാക്സിമം ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ഇപ്പം ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ തന്നെ ഒരുപാട് പാരൻസ് ഉണ്ട്, കുട്ടികളുണ്ട്. കുട്ടികൾ ഇനിയുള്ള സെഷൻസുകളെല്ലാം പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇത് എല്ലാം നമ്മളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാം 3 സെഷൻസ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ പുറത്തുനിന്ന് വേറെ ആരും വരില്ല. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ മുൻകൈ എടുത്ത്, അതായത് നമ്മളുടെ കൂട്ടത്തിലുള്ള, അതായത് വിശ്വകർമ്മ സമുദായത്തിൽ പെട്ട അത്യാവശ്യം എക്സ്പോഷർ കിട്ടിയിട്ടുള്ള, അതായത് അങ്ങനെയുള്ളവർക്കും ചെറുപ്പത്തിൽ നേരത്തെ കിട്ടിയിട്ടുണ്ട്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷെ എങ്കിലും അവരുടെ ഒരു പ്രയത്നം കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള പല ആൾക്കാരും ഇതിലുണ്ട്. അപ്പൊ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനും അവരുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകി അതിനെ നമ്മുടെ പുതുതലമുറയെ മുന്നോട്ട് കൊണ്ടുവരിക, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക എന്നൊരു ലക്ഷ്യമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു കരിയർ ഗൈഡൻസ് സെഷൻ ഇത് നമ്മൾ കഴിഞ്ഞ അങ്ങേ സൺഡേ ഈ സെഷന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിരുന്നു. അത് എഞ്ചിനീയറിംഗ് ഫോക്കസ് ചെയ്യുന്ന, അങ്ങനെയുള്ള ടെക്നിക്കൽ ഇതിലേക്ക് നോക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിന്റെ രണ്ടാമത്തെ പാർട്ട്, അതായത് മെഡിക്കൽ രംഗത്തേക്ക് നോക്കുന്ന കുട്ടികൾക്ക്, +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10ാം ക്ലാസ് 8 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് എന്ത് ഫോക്കസ് ചെയ്ത് പഠിക്കണം, മെഡിക്കൽ രംഗത്തേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ കൂടുതൽ ശ്രമിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊരു ക്ലാസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ സെഷനിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ രഞ്ജിത്ത് സാറാണ്. രഞ്ജിത്ത് സാറ് JEE NEET എന്നിന്റെയൊക്കെ ഫാക്കൽറ്റിയാണ്. പാലാ ബ്രില്യൻസിൽ സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജിത്ത് സാറിനെ ഈ ഒരു ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ VNFന്റെ വിശ്വകർമ്മ നവോത്ഥാൻ ഫൗണ്ടേഷന്റെ ഒരു ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ. നമസ്കാരം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ചെയ്യാം. ഓക്കെ. അപ്പോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കൂടുതൽ ഫോർമലായിട്ട് ഒന്നും തന്നെ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയണ്ട എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ഒരു 2 ആഴ്ചക്ക് മുൻപ് നമ്മൾ എഞ്ചിനീയറിംഗ് സൈഡിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ ചെയ്തിരുന്നു. അന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തു എന്നല്ല എങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റുന്നതിന്റെ ഒരു ടൈം കൺസ്ട്രെയിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറയാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് പറയാൻ കഴിയാതെ പോയ മെഡിക്കൽ സൈഡിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എനിക്കും കേൾക്കുന്നവർക്കും ബോറടിക്കാതെ നമുക്ക് ഒരു മണിക്കൂറെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതങ്ങനെ ഒരു എന്താ പറയേണ്ടത്, ഒരു ലെക്ചർ പോലെയോ അങ്ങനെയൊന്നും നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല. ഇത് ഇപ്പൊ എനിക്കും ഇതിലെല്ലാ കാര്യങ്ങളും അറിയില്ല, നിങ്ങൾക്കും എല്ലാ കാര്യങ്ങളും അറിയില്ല. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പരിമിതമായ അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്
നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഇതിന് ഒരിക്കലും ഒരു ലെക്ചറിന്റെ അങ്ങനെ ഒരു മാനമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് സംസാരിച്ച് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ചോദിക്കാം. അപ്പൊ അതിന് എസ്പെഷ്യലി നമ്മുടെ ഇതിന്റെ ഒരു കണ്ടക്ടിങ് ബോഡി റെസ്പോണ്ട് ചെയ്യുക, അവര് എന്തായാലും റെസ്പോണ്ട് ചെയ്യും, അതെനിക്കറിയാം. അതല്ലാതെ ഇതിൽ ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങള്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളുണ്ടാവാം, പേരൻസ് ഉണ്ടാവാം, അങ്ങനെയുള്ള നമ്മുടെ സഹോദരങ്ങള്, സഹോദരിമാര് ഈ ഒരു ഇന്ററാക്ഷനിലേക്ക് വരണം എന്ന ഒരു മുഖവരയോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ നമ്മൾ മെഡിക്കൽ സയൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ മെഡിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരു തവണയെങ്കിലും നമ്മുടെ പേര് ബുക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതിയ സമയത്ത് ഒരു വട്ടമെങ്കിലും അതിനു മുൻപ് ഡോക്ടർ എന്നൊന്ന് എഴുതിയിട്ടുണ്ടാവണം. അതെല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമാണ്. സർ, വീഡിയോ അവൈലബിൾ ആണോ? അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഈ മെഡിക്കൽ സയൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് നടക്കുന്ന പരീക്ഷകളെ അപേക്ഷിച്ച് ഈ മെഡിക്കൽ സൈഡിലെ പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവരും എഴുതാൻ ഉദ്ദേശിക്കുന്നത് ഒരേ പരീക്ഷയാണ്. എഞ്ചിനീയറിംഗിൽ അങ്ങനല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പല തരത്തിലുള്ള പരീക്ഷകളുണ്ട്. ഇപ്പൊ ജെഇ മെയിൻസ് ഉണ്ട്, ജെഇ അഡ്വാൻസ്ഡ് ഉണ്ട്, കേരള എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഓരോ ഓർഗനൈസേഷൻസ് സെൽഫായിട്ട് നടത്തുന്ന എക്സാമിനേഷൻസ് ഉണ്ട്. ഇപ്പൊ ക്യൂസാറ്റിന്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ, നമ്മൾ ഒരു മെഡിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ എല്ലാവരും എഴുതാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും എഴുതാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒറ്റ എക്സാം ആണ്, ഒരേ ഒരു എക്സാം ആണ്. ആ എക്സാം നമ്മുടെ രാജ്യത്ത് വർഷത്തിൽ ഒരു തവണയെ കണ്ടക്ട് ചെയ്യൂ. ആ എക്സാമിന്റെ പേര് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ആരെങ്കിലും ഒന്ന് പറയണം, ആ എക്സാമിന്റെ പേരെന്താണ്? നാഷണൽ ലെവലിൽ കണ്ടക്ട് ചെയ്യുന്ന എക്സാമിന്റെ പേരെന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? പേരൻസോ കുട്ടികളോ ആരെങ്കിലും ഒന്ന് പറയുക ആ എക്സാമിന്റെ പേര്. അരുൺ സാർ, നമ്മുടെ കേൾവിക്കാരുടെ നീറ്റ് എന്നാണ്. അങ്ങനെ നമുക്കൊരു റെസ്പോൺസ് കിട്ടി. ആ എക്സാമിന്റെ പേര് നീറ്റ് എക്സാം എന്നാണ്. അതിന്റെ ഒരു അബ്രീവിയേഷൻ NEET എന്നാണ്. നാഷണൽ, അല്ലെങ്കിൽ ഇനി അത് ആരെങ്കിലും അതിന്റെ ഒരു ഫുൾ ഫോം ഒന്ന് പറയാമോ? ഈ നീറ്റ് എന്നുള്ളതിന്റെ ഒരു എക്സ്പാൻഷൻ ഒന്ന് പറയാമോ ആരെങ്കിലും? നീറ്റ് എന്ന് പറയുന്ന എക്സാമിന്റെ യഥാർത്ഥത്തിലുള്ള പേര്, നീറ്റ് എന്ന് പറയുന്ന ഒരു അബ്രീവിയേഷൻ, ഒരു ചുരുക്കപ്പേരാണ്. യഥാർത്ഥത്തിൽ ആ എക്സാമിന്റെ ഫുൾ നെയിം എന്തായിരിക്കും? നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് ഈ എക്സാമിന്റെ പേര്. ഈ എക്സാമിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ആസ് ഓഫ് നൗ നമ്മുടെ രാജ്യത്ത് ഒരേ സമയം ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസ് വരുന്ന എക്സാം ഈ എക്സാം ആണ്. അതായത് ഏകദേശം 20-നും 25 ലക്ഷത്തിനും ഇടയിൽ കുട്ടികളാണ് ഒരു വർഷം ഈ എക്സാം എഴുതുന്നത്. അപ്പൊ ഇതിനേക്കാൾ വലിയൊരു എക്സാം നമ്മുടെ രാജ്യത്ത് ഇനി നടക്കില്ല. അത്രത്തോളം പ്രാധാന്യമുള്ള എക്സാം ആണ് ഈ നീറ്റ് എന്ന് പറയുന്ന എക്സാം. അപ്പൊ ഈ എക്സാം എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ +2-ന് ശേഷം നമുക്ക് പല തരത്തിലുള്ള മെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലും നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സാം എഴുതുന്നത്. അതായത് +2-ന് ശേഷമാണ് നമ്മൾ ആക്ച്വലി ഈ എക്സാം എഴുതേണ്ടത്. ഈ എക്സാം പാസ്സാവുന്നതിലൂടെ നമുക്ക് പല പല കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ആ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ അതിലൊന്ന് MBBS ഒരു കോഴ്സാണ്, ദെൻ BDS, BAMS, പിന്നെ BUMS, പിന്നെ BSMS, പിന്നെ BVSC, ഇങ്ങനെ പല തരത്തിലുള്ള കോഴ്സുകളിലേക്ക്
അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ എക്സാം ക്വാളിഫൈ ചെയ്യേണ്ടത്. ഏകദേശം ഒരു 23 ലക്ഷമെന്നോ 24 ലക്ഷമെന്നോ ഒക്കെ നമുക്ക് ഈ എക്സാമിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണത്തെ നമുക്ക് കരുതാം. അങ്ങനെ നമുക്ക് ഒരു മെഡിക്കൽ സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റും. മെഡിക്കൽ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചിലെ സ്വപ്നം കാണുന്നത് പോലെ ഡോക്ടർ എന്നുള്ളത് മാത്രമല്ല, അതിൽ ഡോക്ടർ വരാം, സർജൻ വരാം, നഴ്സ് വരാം, ഫാർമസിസ്റ്റ് വരാം, ഫിസിയോതെറാപ്പിസ്റ്റ് വരാം, റേഡിയോളജിസ്റ്റ് വരാം. ഇങ്ങനെ പല തരത്തിലുള്ള ജോലി സാധ്യതകളുള്ള ഒരു ഒരു ബ്രാഞ്ചാണ് ഈ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ നീറ്റ് പരീക്ഷയ്ക്ക് ഒരു കുട്ടി അപ്പിയർ ചെയ്യണമെങ്കിൽ ആ കുട്ടി +2 തലത്തിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി. ഇനി ബയോളജി അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബയോടെക്നോളജി ആണെങ്കിലും മതി. ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്ന് പറയുന്ന ഓപ്ഷൻ +2 ഹയർ സെക്കൻഡറിയിൽ വെക്കുന്ന ഒരു കുട്ടിക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല. ആ കുട്ടി ഫിസിക്സ് കെമിസ്ട്രി ഒന്നുകിൽ ബയോളജി പഠിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ബയോടെക്നോളജി എങ്കിലും പഠിച്ചിട്ടുണ്ടാവണം. ഇന്ന് മാത്രമല്ല, ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് ചേർത്ത് 50% മാർക്കും +2 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റൂ. പിന്നെ JEE പരീക്ഷയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ നീറ്റ് എന്ന് പറയുന്ന പരീക്ഷയുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, JEE ഓൺലൈൻ ആയിട്ടാണ് നടത്തുന്നതെങ്കിൽ നീറ്റ് എക്സാം നടക്കുന്നത് ഓഫ്ലൈൻ ആയിട്ടാണ്. അതായത് ഇപ്പോഴും ഈ എക്സാം പെൻ ആൻഡ് പേപ്പർ എക്സാം ആയിട്ട് തന്നെയാണ് നടത്തുന്നത്. ഇത് മിക്കവാറും അടുത്ത വർഷമോ അതിനടുത്ത വർഷമോ ഒക്കെ ആവുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഒരു ഓൺലൈൻ എക്സാം ആയി മാറും എന്നാണ് പറയുന്നത്. പിന്നെ JEE-യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ എക്സാമിന്റെ ഒരു പ്രത്യേകത, ഇതിൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ പരീക്ഷയ്ക്ക് വരൂ. അതിങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യന് താഴെ അതിന്റെ ഉത്തരമായിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അതിൽ ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കും, നമ്മൾ അത് ബബിൾ ചെയ്യുന്നു. കറക്റ്റ് ആയിട്ട് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 4 മാർക്ക് കിട്ടും. നമ്മൾ ചെയ്യുന്ന ആൻസർ തെറ്റാണെങ്കിൽ -1 ആണ്, അതായത് 1 മാർക്ക് നമുക്ക് നഷ്ടമാവും. നമ്മൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതെ വിട്ടാൽ 0 മാർക്കാണ്. അപ്പോൾ കറക്റ്റ് ആൻസറിന് +4, അൺഅറ്റൻഡഡ് ആയിട്ട് പോയാൽ 0 ആണ്. ആ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു പക്ഷെ അത് തെറ്റായി പോയാൽ നമുക്ക് കിട്ടുന്ന സ്കോറിനകത്ത് നിന്ന് -1 നഷ്ടപ്പെടും. ഇത് JEE മെയിൻസിനുള്ളതുപോലെ തന്നെയാണ് ഇതിന്റെയും ക്രൈറ്റീരിയ. ഇതും ഈ പരീക്ഷയും ഓർഗനൈസ് ചെയ്യുന്നതും കണ്ടക്ട് ചെയ്യുന്നതുമെല്ലാം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജൻസിയാണ്. നമ്മൾ അതിനെ NTA എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇവിടെ വരുമ്പോൾ ഈ ഞാൻ പറഞ്ഞതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന് പറയുമ്പോൾ ബോട്ടണിയും സുവോളജിയും അതിനകത്ത് വരും. പക്ഷെ നമ്മൾ ബയോളജി എന്ന് തന്നെയാണ് അതിനെ പറയുന്നത്. ബോട്ടണി സുവോളജി എന്ന സെപ്പറേഷൻ ഒന്നുമില്ല. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി. ഇതിൽ ഫിസിക്സിൽ നിന്ന് 45 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ നിന്ന് 45 ക്വസ്റ്റ്യൻ, ബയോളജിയിൽ നിന്ന് 90 ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പരീക്ഷയുടെ ഒരു രീതി വരുന്നത്. ഇപ്പൊ ഫിസിക്സ് 45 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 45 × 4 180 മാർക്ക് വരും. കെമിസ്ട്രി 45 ക്വസ്റ്റ്യൻ, 45 × 4 180 മാർക്ക് വരും. ബയോളജി 90 ക്വസ്റ്റ്യൻ, 90 × 4 360 മാർക്ക് വരും. അപ്പൊ ടോട്ടലി നീറ്റ് എക്സാം എത്ര മാർക്കിലായിരിക്കണം ടോട്ടലി വരുന്നത്? ആരെങ്കിലും ഒന്ന് ആൻസർ പറഞ്ഞ്, നീറ്റ് എക്സാം ടോട്ടലി എത്ര മാർക്കിന്റെ ഒരു പരീക്ഷയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ 720, 720-ലാണ് ഈ പരീക്ഷ വരുന്നത്. 720-ലാണ് ഈ പരീക്ഷ വരുന്നത്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഇതിനകത്തേക്ക് വരികയാണെങ്കിൽ ഈ നീറ്റ് എക്സാം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ പറയേണ്ടത്, കഴിഞ്ഞ വർഷം അതായത് 2024-ലെ നീറ്റ് എക്സാം വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു പരീക്ഷയായിരുന്നു 2024-ലെ നീറ്റ് എക്സാം എന്ന് പറയുന്നത്. കാരണം ഒരുപാട് കുട്ടികൾക്ക് ആദ്യത്തെ വാല്യുവേഷൻ കഴിഞ്ഞപ്പോൾ എന്തോ 70-നടുത്ത് കുട്ടികൾക്ക് 720 ഔട്ട് ഓഫ് 720 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താ പറയേണ്ടത്, വീണ്ടും റീവാല്യുവേഷൻ നടത്തി. അങ്ങനെ വന്നപ്പോൾ പോലും കേരളത്തിൽ നിന്ന് ഒരു കുട്ടിക്ക് 720 ഔട്ട് ഓഫ് 720 വന്നിരുന്നു. അതിന്റെ പേരിൽ ഈ NTA എന്ന് പറയുന്ന ഈ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഒരുപാട് എന്താ പറയേണ്ടത് പഴി കേൾക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇത്തവണ ഈ എക്സാം ഭയങ്കര ടഫായിട്ടാണ് നടത്തിയത്. ഇത് എഴുതിയ കുട്ടികൾ പറയുന്നത് ഒരു JEE എക്സാം എഴുതുന്ന
അതേ ലെവലിലായിരുന്നു ഇത്തവണത്തെ നീറ്റ് എക്സാം വന്നിരുന്നത്. ഇനിയിപ്പോ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എക്സാം വളരെ ടഫ് ആയിരിക്കും ഇനി വരുന്ന വർഷങ്ങളിലും എന്ന് തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ഇത് പണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. കോവിഡിന് ശേഷമാണ് ഈ നീറ്റ് എക്സാം ഇത്തിരി ഒന്ന് സിമ്പിൾ ആയി വന്നത്. അതങ്ങനെ സിമ്പിളായി 2024 വന്നപ്പം ഇത് എന്താ പറയേണ്ടത്, ഒരു സ്കൂളിന്റെ ഒക്കെ ബോർഡ് എക്സാമിന്റെ അത്ര പോലും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിൽ ഭയങ്കര ഓവർ സിമ്പിൾ ആയി പോയി. പക്ഷെ ഈ 25 വന്നപ്പോൾ അവർ വീണ്ടും അതിന്റെ സ്റ്റാൻഡേർഡ് മേലേക്ക് ഉയർത്തി വെച്ചു. എന്ന് വെച്ചാൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് ഈ നീറ്റ് എക്സാം നമുക്ക് ഇനി ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റൂ. അത് നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കണം. ഇനി നമ്മൾ ഈ നീറ്റ് എക്സാം 720 ആണെന്ന് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ വർഷം കേരളത്തില് ഗവൺമെന്റ് മെഡിക്കൽ കോളേജില് അവസാനത്തെ സീറ്റ് പല അലോട്ട്മെന്റ് നടത്തിയിട്ട് അവസാനത്തെ സീറ്റ് പോയത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 680 മാർക്കിനടുത്തായിട്ട് 680 മാർക്ക് വരെ വന്നവർക്ക്, അതായത് 720-ൽ 680 മാർക്ക് വരെ വന്ന ഒരു കുട്ടിക്ക് കേരളത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് കിട്ടിയിരുന്നുള്ളൂ. പക്ഷെ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. കാരണം ഇത്തവണ നീറ്റിന്റെ എക്സാം ഭയങ്കര ടഫായിരുന്നു. ആർക്കും തന്നെ 720 വന്നിട്ടില്ല. കേരളത്തിൽ നിന്ന് തന്നെ എന്തോ ഒരു 650-നടുത്താണ് ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തവണ കട്ട് ഓഫ് ഒക്കെ അതിലും കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മളൊരു നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള ഓരോ സ്റ്റേറ്റിലെയും പല ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും, ഇനി അങ്ങനെയല്ല സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലും നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇത് കൂടാതെ തന്നെ വേറെയും നമുക്ക് അഡ്മിഷൻസ് തരുന്ന സ്ഥാപനങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ പറയാം. അതിലൊന്ന് എയിംസ് എന്നാണ് അറിയപ്പെടുന്നത്, ഇനി ഒന്ന് ജിപ്മർ എന്നാണ് അറിയപ്പെടുന്നത്. അതിലേക്കൊക്കെ നമുക്ക് വരാം, എന്തൊക്കെയാണ് ഈ സ്ഥാപനങ്ങളുടെ പ്രത്യേകത എന്നൊക്കെയുള്ളത്. അപ്പൊ എന്തായാലും ഞാൻ ഒരു ഏകദേശം ഒരു കണക്ക് പറഞ്ഞാൽ ഈ 25 ലക്ഷം കുട്ടികൾ എഴുതുന്ന അല്ലെങ്കിൽ 24 ലക്ഷം കുട്ടികൾ എഴുതുന്ന നീറ്റ് പരീക്ഷ നമ്മുടെ രാജ്യത്ത് ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം 1 ലക്ഷം സീറ്റിനടുത്ത് മാത്രമാണ്. അതായത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഗവൺമെന്റ് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലും കൂടെ ചേർത്തിട്ട് ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒരു 1 ലക്ഷം സീറ്റ് ആയിരിക്കും. ആ 1 ലക്ഷം സീറ്റിന് വേണ്ടിയിട്ടാണ് ഈ 25 ലക്ഷം കുട്ടികൾ കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പം ആ പരീക്ഷയുടെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോ OBC കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ജനറലിന് വരുന്നതിനേക്കാൾ ഒരല്പം കട്ട് ഓഫ് കുറവായിരിക്കും. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 2024 ജനറലിന്റെ കേരളത്തിലെ അവസാനത്തെ സീറ്റ് പോയത് 680 മാർക്കിനാണെങ്കിൽ OBCക്ക് 678 ആയിരുന്നു. ഒരു 2 മാർക്ക് കുറച്ചായിരുന്നു വെച്ചിരുന്നത്. അപ്പൊ നമ്മള് ഇനി അങ്ങനെ നമ്മളൊരു നീറ്റ് എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ പല സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുണ്ട്, സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളുണ്ട്, ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന മെഡിക്കൽ കോളേജുകളുണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, കാലിക്കട്ടുണ്ട്, തൃശ്ശൂരുണ്ട്, കോട്ടയത്തുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇവിടങ്ങളിലെല്ലാം നമുക്ക് MBBSന് ചേരാൻ പറ്റും. എങ്കിൽ പോലും നമ്മൾ എഞ്ചിനീയറിങ്ങിന് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾ ഏറ്റവും ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് IIT-കളെയാണ് എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഡോക്ടറിന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഡ്രീം ക്യാമ്പസ് ഉണ്ടെങ്കിൽ ആ ക്യാമ്പസിന്റെ പേര് എല്ലാവർക്കും അറിയാം. അതിന്റെ പേര് എയിംസ് എന്നാണ്. AIIMS. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഒരു കുട്ടി കേൾക്കുന്നതെങ്കിൽ മസ്റ്റായിട്ടും ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. MBBSന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ആ MBBS എവിടെ പഠിക്കണം എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ഹൈറാർക്കി വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ മേലേന്ന് താഴേക്കാണ് നമ്മൾ അതിനെ ചിന്തിക്കുന്നതെങ്കിൽ ആദ്യം ഉന്നം വെക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും നല്ല മെഡിക്കൽ വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജുകളല്ല, അതിന്റെ പേര് എയിംസ് എന്നാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എയിംസിന്റെ ഫുൾ ഫോം ഒന്ന് പറയാമോ? എയിംസിന്റെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതാണ്, യെസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഇത് ഈ IIT-കൾ പോലെ തന്നെയാണ്. അപ്പം എഞ്ചിനീയറിംഗിൽ IIT-ക്ക് എന്ത് റോളാണോ ഉള്ളത് അതുപോലെയാണ് മെഡിക്കൽ സയൻസിൽ എയിംസിനാണ് ആ റോള് ചെയ്യാനുള്ളത്. അപ്പൊ എയിംസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓട്ടോണോമസ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളാണ്. ഇത് ഏതെങ്കിലും ഇപ്പം എയിംസ്, ഡൽഹിയിൽ ഒരു എയിംസ് ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡൽഹി എയിംസ് നമ്മുടെ
ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ എല്ലാം ട്രീറ്റ്മെന്റ് ഒക്കെ അങ്ങോട്ടായിരിക്കുമല്ലോ പോകുന്നത് എന്ന് കരുതി ഡൽഹി ഗവൺമെന്റ് അല്ല അതിന്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്. ഇത് ഓട്ടോണോമസ് ആണ്. ഓട്ടോണോമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ സ്വയം ഡിസൈഡ് ചെയ്യാനും സ്വയം റൺ ചെയ്യാനുമുള്ള അധികാരം അവർക്കുണ്ട്. IIT-കൾ പോലെ തന്നെ. IIT എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് ഓട്ടോണോമസ് ആണ്. അത് തനിയാണ് അതിന്റെ സ്വയം ഭരണമാണ് അവർ ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ എയിംസും ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. രണ്ടാമത്തെ കാര്യം, അതിന് നാഷണൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഒരു 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 പ്രത്യേക സംസ്ഥാനത്തിലെ എന്നല്ല നമ്മൾ പറയേണ്ടത്, നമ്മുടെ രാജ്യത്തെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളാണ് ഈ എയിംസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആയിരിക്കും നമുക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഏറ്റവും ക്വാളിറ്റിയിൽ കിട്ടുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ എയിംസ് ആയിരിക്കും. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആയിരിക്കും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ MBBS, ഈ ഡോക്ടർ ആകുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കും ഒരു പ്രാക്ടീസിങ് ആയിട്ടുള്ള പ്രൊഫഷനാണ്. ഒരു പ്രാക്ടീസിങ് പ്രൊഫഷനാണ്. പ്രാക്ടീസിങ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവുമായിരിക്കും. നമ്മളൊരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കുറച്ച് തിയറി ക്ലാസ്സുകളിൽ പോകുന്നു, നമ്മൾ തിയറി കേൾക്കുന്നു, നമ്മൾ ലാബിൽ വരുന്നു, നമ്മൾ എക്സ്പെരിമെന്റുകൾ ചെയ്യുന്നു, അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് പ്രോജക്റ്റ് വർക്ക്സ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ സിസ്റ്റം പോകുന്നത്. ഇതിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്തായിരിക്കാം നമ്മൾ പുറത്തുള്ള ഒരു ഫേമുമായിട്ട് എന്തെങ്കിലും ഒരു പ്രോജക്റ്റിലൊക്കെ ഒന്ന് ഇൻവോൾവ് ചെയ്യുന്നത്. പക്ഷെ ഈ മെഡിക്കൽ സയൻസ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. അവർ പഠിക്കേണ്ടത് രോഗികളെ തന്നെയാണ് അവർ പഠിക്കേണ്ടത്. അതുകൊണ്ട് ഇവർ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഈ പേഷ്യൻസുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടായേ പറ്റൂ. ഇപ്പൊ പലപ്പോഴും നമ്മളൊരു മെഡിക്കൽ കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജ് ആണോ നല്ലതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമുക്ക് ഈ ഒരു ക്യാമ്പസിൽ പഠിക്കുന്നത് വഴി നമുക്ക് എത്രത്തോളം പേഷ്യൻസുമായിട്ട് ഇന്ററാക്ഷൻ നടത്താൻ പറ്റും എന്നുള്ളത് വലിയൊരു ചോദ്യം. എത്രത്തോളം പേഷ്യൻസുമായിട്ട് നമുക്ക് ഇന്ററാക്ഷൻ നടത്താൻ പറ്റും? കൂടുതൽ പേഷ്യൻസുമായിട്ട് ഇന്ററാക്ഷൻ നടത്തുന്നതിനനുസരിച്ച് നമ്മുടെ അറിവും വർദ്ധിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ഒരു നല്ല ഡോക്ടറായിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ കുറേ തിയറി ചെയ്തു, നമ്മൾ കുറേ പ്രാക്ടിക്കൽ ചെയ്തു, പക്ഷെ നമുക്ക് ഇതുപോലെ ലൈഫുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതിൻ്റെതായ കുറവുകൾ ഉണ്ടാവും. അപ്പോൾ ഈ എയിംസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അവര് സ്വയംഭരണമാണ്, ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്, പിന്നെ അവിടെ വേൾഡ് ക്ലാസ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റും. വേൾഡ് ക്ലാസ് ട്രീറ്റ്മെന്റ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും എന്താണ് VIP എന്നോ VIP എന്നോ ഒക്കെ പറയുന്ന ആളുകൾ വരെ അവിടെ ട്രീറ്റ്മെന്റിന് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഭയങ്കര ഫെസിലിറ്റീസ് ആയിരിക്കും. അവരുടെ ലാബുകളിലും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസും കാര്യങ്ങളും എല്ലാം അൾട്രാ മോഡേൺ ആയിരിക്കും. അതായത് നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും എല്ലാം ഈ പറയപ്പെടുന്ന എയിംസ് എന്ന് പറയുന്ന സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്ത് 20-ലധികം എയിംസ് ഉണ്ട്. അതിൽ ഡൽഹി എയിംസ് ആണ് ഏറ്റവും പഴയതായിട്ടുള്ളത്. ഈ എയിംസിൽ നമുക്ക് MBBS-ന് ജോയിൻ ചെയ്യാം, BSc നഴ്സിംഗിന് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള പാരാമെഡിക്കൽ കോഴ്സുകളിലും BSc ഡിഗ്രി എയിംസിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ സാധാരണ കേസിൽ നമ്മുടെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിലെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS-ന്റെ സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ നടക്കുമ്പോൾ അവിടെ സ്റ്റേറ്റ് കോട്ടയും ഓൾ ഇന്ത്യ കോട്ടയുമായിട്ട് ഈ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 85% ആ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾക്ക് കൊടുക്കണം, 15% ഓൾ ഇന്ത്യ കോട്ടയിലും കൊടുക്കണം. അപ്പോൾ ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയുമ്പോൾ ഏത് സംസ്ഥാനത്തുള്ള കുട്ടിക്കും അങ്ങോട്ട് വന്ന് അഡ്മിഷൻ എടുക്കാൻ പറ്റും. പക്ഷേ ഈ എയിംസുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഈ സ്റ്റേറ്റ് കോട്ട എന്ന് പറയുന്ന സംഭവം ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റും ഓൾ ഇന്ത്യ കോട്ട മാത്രമാണ്. അതായത് നമ്മൾ ഈ നീറ്റിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് നല്ല റാങ്ക് ഉള്ള കുട്ടി, ആ കുട്ടി ഏത് സംസ്ഥാനത്താണെങ്കിലും ആ കുട്ടിക്ക് ഏത് എയിംസിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓരോ സ്റ്റേറ്റിനും അവിടെ പ്രത്യേകിച്ച് എന്താ പറയേണ്ടത് ഗ്രേസ് മാർക്കും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറച്ചുകൂടെ ട്രാൻസ്പെറന്റ് ആയിരിക്കും അവിടെ. ഇപ്പൊ ടോട്ടലി എല്ലാ എയിംസിലും കൂടെ ചേർത്ത് നമുക്കൊരു 2000-ലധികം സീറ്റുകളുണ്ട് എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി
ഞാൻ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു. അതും ഒരു ഇന്ററാക്ഷൻ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജും സ്വാശ്രയ മെഡിക്കൽ കോളേജും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ ഏകദേശം ഒരു കുട്ടി അഡ്മിഷൻ എടുത്തു. സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്താൽ ഈ 4.5 വർഷമാണല്ലോ MBBS പറയുന്നത്. ഇതിൽ ഒരു വർഷം ഏകദേശം എത്ര രൂപ ഫീസ് അടച്ചാൽ നമുക്ക് അവിടെ പഠിക്കാൻ പറ്റും എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ ഇപ്പൊ നമുക്കൊക്കെ പലതരത്തിലുള്ള സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ കേരളത്തിലുണ്ട്. ഏകദേശം ഒരു വർഷം എത്ര രൂപ ഫീസ് അടച്ചാൽ നമുക്ക് അവിടെ MBBS ചേരാൻ പറ്റും? നീറ്റ് പാസ്സായി സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു. ഒരു വർഷം ഏകദേശം എത്ര രൂപ ഫീസ് അടച്ചാൽ നമുക്ക് അവിടെ പഠിക്കാൻ പറ്റും? 4.5 വർഷമാണ് ഈ കോഴ്സ്. ആരെങ്കിലും ഒന്ന് ഗസ് ചെയ്താലും മതി. ആരെങ്കിലും ഒന്ന് പറയണേ. ആർക്ക് വേണമെങ്കിലും ഒന്ന് ഗസ് ചെയ്യാം. 8 ലക്ഷം. അതൊരു ഏകദേശം ഒരു കണക്കാണ്. അതായത് ഒരു 8 അല്ലെങ്കിൽ 10 ലക്ഷം രൂപ അടുത്ത് നമുക്ക് ഏകദേശം ചെലവാക്കേണ്ടി വരും. ഒരു വർഷമാണേ, ഒരു വർഷം. 4 വർഷം 10 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ 4 വർഷം ആകുമ്പോൾ നമുക്കറിയാം 40 ലക്ഷത്തോളം ഈ കുട്ടിയുടെ ഫീസ് ഇനത്തിൽ മാത്രം ഈ പേരന്റ് ഇത് അടയ്ക്കേണ്ടി വരും. ഓക്കെ, അതവിടെ നിർത്തിയിട്ട് നമ്മുടെ കേരളത്തിലുള്ള ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് നമ്മൾ നമ്മുടെ കുട്ടിയെ കൊണ്ടുപോയി ചേർക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കംപ്ലീറ്റ് കോഴ്സും കൂടെ ചെയ്തിറങ്ങുന്ന സമയത്ത്, അതായത് 4.5 വർഷത്തെ കോഴ്സും കഴിഞ്ഞ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ 40 ലക്ഷം എന്നുള്ളത് എത്രയായിട്ട് ചെറുതാവും എന്നൊന്ന് പറയാമോ? സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ ഒരു 40 ലക്ഷം രൂപയായാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഏകദേശം എത്ര രൂപയാകും എന്നൊന്ന് പറയാമോ? 40 ലക്ഷം ആണ് ടോട്ടൽ ഫീസ് എന്ന് വിചാരിക്കുക. സ്വാശ്രയത്തില് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ടോട്ടലി എത്ര രൂപയാകുമായിരിക്കും? യെസ്, ഇതൊരു 2-3 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് തീർക്കാൻ പറ്റും. അതാണ് നമ്മൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതിന്റെ കാര്യം. ഇനി ഞാൻ പറഞ്ഞു വന്നത് വേറൊരു കാര്യത്തിലേക്കാണ്. ഈ എയിംസില്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസില് ഓൾ ഇന്ത്യ റാങ്ക് നേടി അങ്ങോട്ട് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം ഈ 25 ലക്ഷം കുട്ടികൾ എഴുതുന്ന നീറ്റില് ക്വാളിഫൈ ചെയ്യുന്നതിൽ ആദ്യത്തെ ഒരു 1 മുതൽ 100 വരെ, അല്ലെങ്കിൽ ഒരു 1 മുതൽ 50 വരെ റാങ്കിൽ വരുന്ന കുട്ടികൾക്കൊക്കെയാണ് ഡൽഹി എയിംസിലേക്ക് സീറ്റ് ഉറപ്പിക്കാൻ പറ്റുന്നത്. അങ്ങനെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടിക്ക് ഒരു വർഷം എത്ര രൂപ ഫീസ് ആകും എന്ന് ഒന്ന് ഗസ് ചെയ്യാമോ ആർക്കെങ്കിലും? എയിംസിൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയാൽ അവന്റെ ട്യൂഷൻ ഫീ ആണ് പറയുന്നത്, ഹോസ്റ്റൽ ഫീ അല്ല, ട്യൂഷൻ ഫീ ഒരു വർഷം ഏകദേശം എത്ര രൂപയാകും? 1 ലക്ഷത്തിൽ താഴെ വരുള്ളതായിരിക്കും. 1000-2000 അത് ഏകദേശം ഒരു 1500 രൂപ അടുത്താണ് ഈ ഫീസ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് അത്രേ ഉള്ളൂ അതിന്റെ ഫീസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളൊന്ന് ആലോചിക്കുമ്പോ അത് എത്ര ഭീകരമായ ഒരു കാൽക്കുലേഷൻ ആണെന്ന് നോക്കുക. നമുക്ക് കിട്ടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസ് ആണ് നമുക്ക് കിട്ടുന്നത്. മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എന്താ പറയുന്നത് ചികിത്സാ രീതികളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സാധാരണക്കാര് മുതൽ VIP വരെയുള്ള പേഷ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റികളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു വർഷം 1000-1500 രൂപ മാത്രം. ഇത് അവരുടെ ഫീസാണ്. ഇനി അതല്ലാതെ ഹോസ്റ്റൽ ഫീസ് കേട്ടാലും അതും ഭയങ്കര സിമ്പിൾ ആണ്. അതും ഒരു വർഷം വളരെ നിസ്സാരമായ തുക, ഇതിലും താഴെയാണ് ഹോസ്റ്റൽ ഫീസ് വരുന്നത്. ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ എയിംസിൽ നിന്ന് MBBS പാസ്സായി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ കുട്ടി അവിടെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. ബോണ്ട് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു വർഷത്തെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യണം. ആ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു വർഷം ആ കുട്ടിക്ക് 26,000 രൂപ സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും. സ്റ്റൈപ്പൻഡ് ആയിട്ട് 26,000 റുപ്പീസ് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത്രയും സാധ്യതകൾ നമുക്ക് അവൈലബിൾ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നീറ്റ് എന്ന് പറയുന്ന എക്സാമിന്റെ ഏറ്റവും ആദ്യത്തെ റാങ്കുകളിലേക്കാണ് നമ്മൾ വരേണ്ടത് അവിടെ. അല്ലാതെ നമ്മൾ താഴ്ന്ന റാങ്കുകളാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് വരില്ല. ഇപ്പോ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാല് ഇത്തവണ നമ്മളെല്ലാവരും ഇപ്പം ഇതിനെ പറ്റിയിട്ടൊക്കെ അവെയർ ആയി തുടങ്ങി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തവണത്തെ നീറ്റിന്റെ എക്സാം വന്നപ്പോ
കേരളത്തിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് വന്ന കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണ് എന്നൊന്ന് പറയാമോ ആർക്കെങ്കിലും? കേരളത്തിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് വന്ന, കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? 113. ആ 113. അത് ഓർത്ത് പറഞ്ഞതാണോ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞതാണോ? അല്ല സാർ, എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. ആ ഓക്കെ. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിക്ക് ഡൽഹി എയിംസിൽ സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് പറയാറായിട്ട്. അതായത് ഓർമ്മ വേണം, കേരളത്തില് ഫസ്റ്റ് റാങ്ക് വന്ന പെൺകുട്ടിക്ക് ഡൽഹി എയിംസിൽ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഹയർ റാങ്കിലേക്ക് വന്നാൽ മാത്രമേ ഡൽഹി എയിംസ് പോലെയുള്ള, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 10-20 എയിംസുകളുണ്ട്, എല്ലാ എയിംസിനും ഒരേ സ്റ്റാൻഡേർഡ് അല്ല. ഇപ്പൊ ബാംഗ്ലൂർ എയിംസ് ഉണ്ട്. ഇപ്പൊ എല്ലാവരും ആദ്യം ലക്ഷ്യം വെക്കുന്നത് ഡൽഹി എയിംസ് ആണ്. കാരണം അതാണ് ആദ്യത്തെ എയിംസ്. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ അവിടെയാണുള്ളത്. അങ്ങോട്ട് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മളൊരു 100 റാങ്കിനകത്ത്, ഓൾ ഇന്ത്യ റാങ്ക് 100-നകത്തെങ്കിലും വരുന്ന ഒരു കുട്ടിക്ക് അങ്ങോട്ട് അഡ്മിഷൻ കിട്ടും. അപ്പോ നമ്മൾ നമ്മുടെ ഒരു കുട്ടി 8-ലോ 9-ലോ 10-ലോ 11-ലോ 12-ലോ ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കേണ്ടത് നീ ഡോക്ടർ ആവണം എന്നല്ല, നീ എയിംസിൽ പഠിച്ചു ഡോക്ടർ ആവണം എന്ന് നമ്മൾ ചെറുപ്പം മുതലേ അവനിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് തുടങ്ങണം. അങ്ങനെയാണ്. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെ പറ്റിയിട്ടൊന്നും ധാരണയില്ലാതെ ഇങ്ങനെ ഒരു വലിയ സ്ഥലം ഉണ്ടെന്ന് പോലും അറിയാതെയാണ് പല കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇത്തരം സാധ്യതകളുണ്ട്. അവിടെ നിന്ന് ഇറങ്ങുന്നവരായിരിക്കും ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ. അങ്ങോട്ട് എത്തുക എന്ന് പറയുന്ന അത്ര എളുപ്പമല്ല. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ വളരെ സീരിയസ് ആയിട്ട് വളരെ ചെറിയ പ്രായം മുതലേ ചെയ്തു തുടങ്ങണം എന്നുള്ള കാര്യം നമ്മളൊരു കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഈ എയിംസുകളില് ഈ ഡോക്ടർ ആവാൻ മാത്രമല്ല പഠിക്കാൻ പറ്റുന്നത്, എയിംസിൽ നഴ്സിംഗ് കോഴ്സുകളും ഉണ്ട്. അതായത് BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ്, 4-ഇയർ കോഴ്സ് എയിംസ് ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് പഠിക്കുന്നത് പോലെ തന്നെ എയിംസുകളിലും BSc നഴ്സിംഗിന്റെ കോഴ്സ് ഉണ്ട്. 4-ഇയർ കോഴ്സ് ആണ് അത്. എല്ലാ എയിംസിലും കൂടെ ചേർത്ത് ഏകദേശം ഒരു 500-നടുത്ത് സീറ്റ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എല്ലാ എയിംസിലും കൂടെ ചേർത്തിട്ട് ഏകദേശം ഒരു 500 സീറ്റ്സിനടുത്തേ ഉള്ളൂ. അതിന്റെ ഒരു പ്രത്യേകത, അതിലേക്ക് ഒരിക്കലും ആൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി അപ്പോൾ നമ്മൾ IIT എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പോലെ നമ്മൾ മെഡിക്കൽ സയൻസ് ആഗ്രഹിക്കുന്ന, ഡ്രീം ചെയ്യുന്ന ഒരു കുട്ടിയെ നമ്മൾ ചെറുപ്പം മുതലേ എയിംസിനെ പറ്റിയിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്നു. ദെൻ അടുത്തത്, ഈ എയിംസ് കഴിഞ്ഞാൽ IIT കഴിഞ്ഞാൽ NIT എന്ന് പറയുന്നത് പോലെ എയിംസ് കഴിഞ്ഞാൽ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് മെഡിക്കൽ ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് നമുക്ക് അടുത്തത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട സ്ഥാപനം ഏതായിരിക്കും? വെരി ഗുഡ്. അത് ജിപ്മർ ആണ്. ഈ ജിപ്മർ നമ്മുടെ എവിടെയാണ് ഉള്ളതെന്നും കൂടെ ഒന്ന് പറയാമോ? യെസ്. അപ്പോ എയിംസ് കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ വരുന്നത് ജിപ്മർ ആണ്. ഓക്കെ. ഈ ജിപ്മറിലേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ഏറ്റവും ടോപ്പ് കുട്ടികൾ മുഴുവൻ സെലക്ട് ചെയ്യുന്നത് എയിംസ് ആണെങ്കിൽ അതിന് തൊട്ട് താഴെയായിട്ട് വരുന്ന കുട്ടികൾ ജിപ്മർ ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. ഇത്തവണ കേരളത്തിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് വന്നു എന്ന് നമ്മൾ പറയുന്ന ഈ കുട്ടി, ഈ ദീപ് നിയ എന്ന് പറയുന്ന കുട്ടി ജിപ്മറിലേക്കാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ആളുടെ ഇന്റർവ്യൂവിൽ അവരത് പറഞ്ഞിരുന്നു, ജിപ്മർ ആണ് ആ കുട്ടി ആഗ്രഹിക്കുന്നത്. അപ്പൊ ജിപ്മറിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ഈ നീറ്റിന്റെ സ്കോറാണ് ഇതിന്റെയും ഒരു ഘടകം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഡൽഹി എയിംസ് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു 100 റാങ്കിനകത്തോ 150 റാങ്കിനകത്തോ ഒക്കെ വരണം. അങ്ങനെയാണെങ്കിൽ ജിപ്മർ ആദ്യത്തെ ഒരു 1000 റാങ്കിനകത്തൊക്കെ വന്നാൽ നമുക്ക് ജിപ്മറിൽ ഒരു സീറ്റ് നമുക്ക് കിട്ടും. അപ്പൊ ജിപ്മറിൽ ആകപ്പാടെ 200 സീറ്റാണ് ഉള്ളത്. ഇവിടെയും ഫീസ് വളരെ കുറവാണ്, വാർഷിക ഫീസ് വളരെ കുറവാണ്. നമ്മള് എയിംസിൽ പറഞ്ഞത് ഏകദേശം ഒരു 1500 രൂപയാണ് ഒരു വർഷം ഫീസ് പറയുന്നതെങ്കിൽ ജിപ്മറിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കൂടുതലാണ്. ഒരു 5000 റുപ്പീസ് ഒക്കെയാണ് ഒരു വർഷത്തെ ഫീസ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെയും നമുക്ക് MBBS കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട്. ആ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് പെർ മന്ത് ഇപ്പോ നിലവിൽ പറഞ്ഞിരിക്കുന്നത് 25,000 റുപ്പീസ് സ്റ്റൈഫൻഡ് കിട്ടുന്നതായിരിക്കും. ഈ ജിപ്മറിലും നമുക്ക് പലതരത്തിലുള്ള പാരാമെഡിക്കൽ കോഴ്സുകളും ചെയ്യാൻ പറ്റും. നമുക്ക് അതിനെ പറ്റിയിട്ട് പറയാം. അപ്പൊ ജിപ്മറിലും നഴ്സിംഗ് പ്രോഗ്രാം ഉണ്ട്, BSc നഴ്സിംഗ് പ്രോഗ്രാം ഉണ്ട്, 4-ഇയർ 4-ഇയർ പ്രോഗ്രാം ആണ്. ഈ എയിംസിലും ജിപ്മറിലും
BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് വേറെ ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. അവർ കണ്ടക്ട് ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാം കൂടെ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടില് ഒരു കുട്ടിക്ക് BSc നഴ്സിംഗ് കോട്ടയം മെഡിക്കൽ കോളേജിലോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോ ഒക്കെ BSc നഴ്സിംഗ് പഠിക്കണമെങ്കിൽ ആ കുട്ടി പ്രത്യേകിച്ച് ഒരു എൻട്രൻസ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. നിലവിൽ പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അതായത് BSc നഴ്സിംഗിന് ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടി നിലവിൽ നീറ്റ് എക്സാം എഴുതേണ്ട കാര്യമില്ല. ആ കുട്ടി +1 +2 മാർക്ക് വെച്ചിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷെ എയിംസിലും ജിപ്മറിലും നഴ്സിംഗിന് ജോയിൻ ചെയ്യണമെങ്കിൽ അവരുടെ ഒരു എൻട്രൻസ് എക്സാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടി വരും. അത് നീറ്റ് അല്ല, അത് അവർ തന്നെ നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അപ്പൊ അത് എഴുതിയാൽ മാത്രമേ നമുക്ക് എയിംസിലും ജിപ്മറിലും BSc നഴ്സിംഗിന് ജോയിൻ ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്ത് വെക്കുക. ഇനി ഇത് രണ്ടും കഴിഞ്ഞാൽ മെഡിക്കൽ സൈഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ പിന്നെ പറഞ്ഞ് പരിചയപ്പെടുത്തി വെക്കേണ്ട വേറൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അത് വെല്ലൂരാണുള്ളത്. അതിന്റെ പേരാർക്കെങ്കിലും ഒന്ന് പറയാമോ? CMC വെല്ലൂരാണ്, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്. യെസ്, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരാണ്. അത് പക്ഷെ അത് ഈ പറയുന്നത് പോലെ എന്താ പറയേണ്ടത്, ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ഒരു കോളേജ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഫീസ് ഒരല്പം കൂടുതലായിരിക്കും. അപ്പൊ അവിടെയും ഈ പറയപ്പെടുന്നത് പോലെ CMC വെല്ലൂർ, അവിടെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എന്നുള്ള പേരിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുമായിരിക്കും. ഓരോരോ റിസർവേഷൻ ഒക്കെ അങ്ങോട്ട് പോവും. എങ്കിലും അവിടെ കൊടുക്കുന്ന എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് എയിംസും ജിപ്മറും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ലക്ഷ്യം വെക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് CMC വെല്ലൂർ തന്നെയാണ്, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ തന്നെയാണ്. അവിടെയും ഈ പറയപ്പെടുന്ന പോലെ 100 AFMC ഈ AFMC നീറ്റിൽ നിന്ന് തന്നെയാണ് വരുന്നത്. നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോ ഈ CMCയിലാണെങ്കിലും ഒരു 100 സീറ്റ്സ് ഉണ്ട്. അങ്ങോട്ടും അഡ്മിഷൻ കിട്ടുന്നത് നീറ്റിന്റെ റാങ്ക് വെച്ച് തന്നെയാണ്. ഇവിടെ വരുമ്പോൾ ഫീസ് ഒരല്പം കൂടുതലായിരിക്കും. 50,000 പെർ ഇയറിനടുത്ത് ഫീസ് വരും. ഹോസ്റ്റൽ ഫീസ് ഒക്കെ ആയിട്ട് പറയുന്നത് ഏകദേശം ഒരു മാസം ഒരു 8,000 രൂപയൊക്കെ അടുത്ത് ഹോസ്റ്റൽ ഫീസ് വരും. അത് ഇങ്ങനെ സെൽഫ് ഫിനാൻസിങ് ആണെന്ന് കരുതി അവിടുത്തെ ക്വാളിറ്റിക്ക് ഒരു കുറവുമില്ല. നമ്മുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ എയിംസ്, ജിപ്മറിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് CMC വെല്ലൂർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും ഈ പറയപ്പെടുന്നത് പോലെ BSc നഴ്സിംഗ് കോഴ്സുകളുണ്ട്. അതിനൊരു 150 സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിനും നമ്മൾ ആ CMC വെല്ലൂരിന്റെ ഒരു എൻട്രൻസ് ടെസ്റ്റ് എഴുതേണ്ടി വരും. ഏതിന് അഡ്മിഷൻ കിട്ടാൻ? BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ. നമ്മളിപ്പോ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലേക്കും MBBSന് അഡ്മിഷൻ കിട്ടാൻ നമ്മൾ അപ്പിയർ ചെയ്യേണ്ടത് നീറ്റ് എക്സാമിന് തന്നെയാണ്. അപ്പൊ നീറ്റ് എക്സാം ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. CMC വെല്ലൂരിലായാലും എയിംസിലായാലും ജിപ്മറിലായാലും BSc നഴ്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ എൻട്രൻസ് ടെസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് നമ്മൾ ഒരു കുട്ടിയെ പരിചയപ്പെടുത്തി വെക്കേണ്ടത് AFMC ആണ്. കുറച്ചു മുമ്പ് സാറ് പറഞ്ഞതുപോലെ AFMC ആണ്, ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ്. അവിടെ നമുക്ക് MBBSന് കിട്ടണമെങ്കിൽ അതും നീറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. പിന്നെ ഈ എയിംസിലും ജിപ്മറിലും ഇല്ലാത്ത കുറച്ച് ക്രൈറ്റീരിയ കൂടെ ഈ AFMCയിലേക്ക് പോകുമ്പോൾ അവിടെ വരുന്നുണ്ട്. അതായത് അവർ സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും കുറച്ച് എക്സാമുകൾ നമ്മളെ കൊണ്ട് എഴുതിക്കും. അതിലൂടെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ നമ്മുടെ ഒരു ഫ്ലുവൻസി എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. അതുപോലെ ഒരു കുറച്ചുണ്ട്, അത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, കോംപ്രിഹെൻഷൻ, ലോജിക്ക്, റീസണിങ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു ടെസ്റ്റ് നടക്കും. അത് 80 മാർക്സിന്റെ ടെസ്റ്റ് ആണ്. ഇനി നമ്മൾ ആ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം പോരാ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ അവർ ടെസ്റ്റ് ചെയ്യും. പിന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും AFMCയിൽ MBBS പഠിക്കാൻ ഒരു കുട്ടിക്ക് ചാൻസ് കിട്ടുള്ളൂ. അപ്പൊ അവിടെ AFMCയിൽ പഠിക്കുമ്പോൾ വേറെ കുറെ എന്താ പറയേണ്ടത് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ഇത് നമ്മുടെ ആംഡ് ഫോഴ്സ് ആണല്ലോ ഇതിൽ മെയിൻ ഉദ്ദേശിക്കുന്നത്. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് എന്നുള്ളതാണ് AFMCയുടെ ഫുൾ ഫോം. അപ്പോ അവിടെ ഒരു കുട്ടി MBBS പഠിച്ച് ഇറങ്ങുന്ന സമയത്ത് അവൻ ഡോക്ടർ ആണെങ്കിൽ പോലും അവൻ സൈന്യത്തിന്റെ സേനയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് കമ്മീഷൻഡ് ഓഫീസേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പദവിയിലായിരിക്കും ആൾ ഇറങ്ങുന്നത്.
പിന്നെ ഇവിടെ പഠിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് ബോയ്സിന് ഒരു 117 സീറ്റാണ് ഇപ്പൊ പറയുന്നത്, ഗേൾസിന് ഒരു 28 സീറ്റ് പറയുന്നുണ്ട്. ഫീസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 20,000-നും 30,000-നും ഇടയിലാണ് ഇതിന്റെ ഒരു ഫീസ് വരുന്നത്. AFMCയിൽ നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ 7 വർഷം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ തന്നെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യണം. അപ്പോ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ആദ്യം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്, ദെൻ അവിടെ കിട്ടിയില്ലെങ്കിൽ മാത്രം ജിപ്മർ, ദെൻ ഈ സൈന്യത്തോടും രാഷ്ട്രത്തോടും പ്രത്യേക ആഭിമുഖ്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, AFMC ലക്ഷ്യം വെക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ പണ്ട് മുതലേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് നമുക്ക് CMC വെല്ലൂര് ലക്ഷ്യം വെക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പാർട്ട് ഉള്ളതായിട്ട് എല്ലാവർക്കും അറിയാം, മിലിറ്ററി നേഴ്സ് ആവുക എന്ന് പറയുന്നത്. ഈ മിലിറ്ററി നഴ്സിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ബോയ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ദാറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അത് പറ്റുള്ളൂ. അപ്പൊ അതിനും നീറ്റ് സ്കോർ വെച്ചാണ് അതിനെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, നീറ്റ് സ്കോർ വെച്ചിട്ടല്ല എയിംസിന്റെയും ജിപ്മറിന്റെയും ഒന്നും നഴ്സിംഗ് അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷെ മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് വരുമ്പോൾ മിലിറ്ററി നഴ്സിംഗിന്റെ ആദ്യത്തെ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് അവർ ചെയ്യുന്നത് നീറ്റിന്റെ സ്കോർ വെച്ചിട്ടാണ്. അതിനുശേഷം സെപ്പറേറ്റ് എക്സാം ഉണ്ട്. ആ സെപ്പറേറ്റ് എക്സാമിൽ നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യും, ജനറൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യും, പിന്നെ ഒരു ഇന്റർവ്യൂ നടത്തും. ഇതിനെല്ലാം ശേഷമായിരിക്കും നമുക്ക് ഈ മിലിറ്ററി നഴ്സിംഗ് കോട്ടയിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഇപ്പോൾ നമുക്കറിയാലോ, പൂനെ, ബോംബെ, കൊൽക്കത്ത, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്കത് പഠിക്കാൻ പറ്റും. ഇനി നമ്മൾ പലതരത്തിലുള്ള മെഡിക്കൽ കോഴ്സുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് MBBS. MBBSന്റെ ഫുൾ ഫോം കുട്ടികൾ ആരെങ്കിലും ഒന്ന് പറയണേ, MBBSന്റെ ഒരു ഫുൾ ഫോം ആരെങ്കിലും ഒന്ന് പറയുക, MBBSന്റെ ഫുൾ ഫോം. Bachelor of Medicine and Bachelor of Surgery. ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി. ഇതിപ്പോ നമ്മൾ തന്നെ ആൻസർ പറയുന്ന ഒരു രീതി ആയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഓക്കെ, ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി, MBBSന്റെ ഫുൾ ഫോം. ഇതൊരു ബാച്ചിലർ ഡിഗ്രിയാണ്. ആക്ച്വലി ഇതൊരു ബാച്ചിലർ ഡിഗ്രിയാണ്. 4.5 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പും കൂടെ ചേർത്തിട്ട് 5.5 വർഷമാണ് ഒരു കുട്ടി പഠിക്കേണ്ടത്. അതായത് ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി പഠിക്കുന്ന ഏറ്റവും ചെറിയ കോഴ്സാണ് ഈ MBBS എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ടു ബിക്കം എ ഡോക്ടർ യു ഷുഡ് ഹാവ് ദിസ് ആസ് യുവർ പ്രൈമറി ഡിഗ്രി എന്ന് നമുക്ക് പറയാം. ഒരു ഡോക്ടർ ആവണമെങ്കിൽ അവന്റെ പ്രൈമറി ഡിഗ്രി ആയിട്ട് അവന്റെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് MBBS ആണ്. ഇപ്പൊ നമ്മൾ ഒരു കോളേജിൽ പ്രൊഫസർ ആവുന്ന ഒരാൾക്ക് PhD ഉണ്ടായിരിക്കണം. PhD കിട്ടണമെങ്കിൽ അയാൾക്ക് MSc ഉണ്ടായിരിക്കണം. MSc ഉണ്ടായിരിക്കണമെങ്കിൽ അയാൾക്ക് BSc ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് പോലെ. അപ്പൊ BScയിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറയുന്നത് പോലെ ഈ മെഡിക്കൽ സൈഡിലേക്ക് വരുമ്പം ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ MBBS ആണ്. അപ്പൊ അതിന് 5.5 വർഷത്തെ ഒരു എന്താ പറയേണ്ടത്, ഒരു സാക്രിഫൈസ് നമ്മൾ അതോടെ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇപ്പോ എല്ലാ കുട്ടികളും നീറ്റിന്റെ സ്കോർ വരുന്ന സമയത്ത് ടോപ്പ് സ്കോർ വരുന്ന എല്ലാ കുട്ടികളും സെലക്ട് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് MBBS ആണ്. MBBSന് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് മറ്റു കോഴ്സുകളിലേക്ക് നമ്മൾ അന്വേഷിച്ചു പോകുന്നത് തന്നെ. അപ്പൊ നമുക്കറിയാം, MBBS അല്ലാതെ മറ്റു പലതരത്തിലുള്ള ഡിഗ്രികളുള്ള ഡോക്ടേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ MBBS ഡോക്ടറാണ് എപ്പോഴും എല്ലാവരും ആദ്യം ശ്രമിക്കുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, അത് ആരെങ്കിലും ഒന്ന് പറയണേ, MBBSന് നമ്മുടെ സ്കോർ വെച്ച് നമുക്ക് MBBS കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത മെഡിക്കൽ പ്രൊഫഷൻ, തൊട്ടടുത്ത ഡോക്ടർ ഡിഗ്രി നമ്മൾ ഏതായിരിക്കും ശ്രമിക്കുന്നത്? MBBSന് തൊട്ട് താഴെ നീറ്റ് സ്കോർ വരുന്ന കുട്ടികൾ സെലക്ട് ചെയ്യുന്ന ബ്രാഞ്ച് ഏതായിരിക്കും? ആരെങ്കിലും ഒന്ന് പറയണേ. MBBSന് നമ്മുടെ നീറ്റ് സ്കോർ കൊണ്ട് ദെൻ കംസ് BDS, ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി എന്ന് പറയുന്ന BDS. അപ്പൊ അത് തൊട്ട് താഴെയാണ് വരുന്നത്. ഒരു കുട്ടി ഡോക്ടർ ആവണം എന്ന് ചെറുപ്പത്തിൽ പറയുന്ന സമയത്ത് ഒരിക്കലും ആ കുട്ടി
ഒരു എന്താ പറയണ്ട, ഒരു ഡെന്റൽ ഡോക്ടർ ആവുക എന്നുള്ളത് അത്രത്തോളം ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ പോവാം. ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കലി ആണ് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീറ്റിന്റെ സ്കോറിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വരുന്ന ആൾക്കാരെല്ലാം ആദ്യം സെലക്ട് ചെയ്യാൻ നോക്കുന്നത് MBBS ആണ്. MBBS കിട്ടുന്നില്ലെങ്കിലാണ് നമ്മൾ BDSലേക്ക് പോകുന്നത്. അപ്പോൾ അത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടു ബിക്കം എ ഡെന്റിസ്റ്റ്, ഒരു ഡെന്റിസ്റ്റ് ആവുക എന്നുള്ളതാണ് BDSൽ ഉദ്ദേശിക്കുന്നത്. അതൊരു 5 ഇയർ പ്രോഗ്രാം ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റിന്റെ ഒരു എന്താ പറയേണ്ടത്, അവരുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ആയുഷ് കോഴ്സുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കോഴ്സ് ഉണ്ട്. ആയുഷ് എന്ന് പറയുമ്പോൾ AYUSH, ആയുഷ്. ഇത് കുറെ അധികം കോഴ്സുകൾ ചേർന്നിട്ടാണ് നമ്മൾ ഇതിനെ ആയുഷ് കോഴ്സുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ വരുമായിരിക്കും ഒന്ന് പറയാമോ ആർക്കെങ്കിലും? ആയുഷ് കോഴ്സ് എന്ന് പറയുന്നത് അതും ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ അത് ഈ ജനറൽ മെഡിസിനും അല്ല, ഡെന്റലും അല്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബ്രാഞ്ചസിനെ ചേർത്തിട്ടാണ് നമ്മൾ ആയുഷ് എന്ന് പറയുന്നത്. AYUSH. അപ്പൊ അതിലെ ഓരോന്നും ഓരോ ബ്രാഞ്ചിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ പറയാമോ ആർക്കെങ്കിലും? ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോ. അതാണ് ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോ. ഇങ്ങനെ 4 ഭാഗങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഈ ആയുർവേദം എന്ന് പറയുമ്പോൾ നമ്മളത് വളരെയധികം ചിന്തിച്ച് തന്നെ തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ആയുഷ് കോഴ്സുകൾ എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും അതിനെ ഡിഗ്രേഡ് ചെയ്ത് പറയുകയോ ഒന്നുമല്ല. എങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം, പലതരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നമുക്ക് ഒരിക്കലും അങ്ങനെ പോകാനും പറ്റില്ല. ഇപ്പം നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഹോമിയോപ്പതി എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരും ഹോമിയോ മെഡിസിൻ കഴിച്ചിട്ടുണ്ട്, കഴിക്കുന്നുണ്ട്, നമുക്ക് അതിന്റെ ബെനിഫിറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് അശാസ്ത്രീയമാണ് എന്നൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹോമിയോപ്പതിയുടെയൊക്കെ ഒരു ശാസ്ത്രീയത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലം ആണ് ഇപ്പോ എന്നുള്ള കാര്യം എല്ലാ പേരൻസിന്റെയും മനസ്സിലുണ്ടായിരിക്കണം. ഹോമിയോപ്പതിയുടെ മാത്രമല്ല, ഈ മോഡേൺ മെഡിസിൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിന്റെയും നിലനിൽപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് സൊസൈറ്റി ഇപ്പോൾ. അത് നമ്മൾ ഒരിക്കലും കണ്ടില്ല എന്ന് വെക്കരുത്. അതുണ്ട്. ആ റിസ്കിൽ തന്നെ നമ്മൾ കാര്യങ്ങളെ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ റിസ്ക് അവിടെ ഉണ്ട്, അതിനെ ഞാൻ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അവരുടെ മനസ്സിലും ഉണ്ടായിരിക്കണം. അതവിടെ വെച്ചിട്ട് തന്നെ ബാക്കി പറയുകയാണെങ്കിൽ നമുക്ക് ആയുർവേദം എന്ന് പറയുന്നത് BAMS എന്ന കോഴ്സാണ്, ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി. അതും ഈ പറയപ്പെടുന്ന പോലെ 5.5 ഇയേഴ്സിന്റെ ഒരു കോഴ്സാണ്. വിത്ത് ഇന്റേൺഷിപ്പ് വരും. മെയിൻ ആയിട്ടും ആയുർവേദത്തിലെ ചികിത്സാ രീതികൾ അവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് പഠിക്കണമെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു പ്രത്യേക ആഭിമുഖ്യം അതിനോട് ഉണ്ടായിരിക്കണം. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്കൃതത്തിന്റെ ബേസിക് കാര്യങ്ങൾ മുതൽ അവിടെ പഠിച്ചിരിക്കണം. അങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്. അപ്പൊ അതിന് എന്താ പറയേണ്ടത്, ഒരു നമ്മള് MBBS കിട്ടിയില്ല, BDS കിട്ടിയില്ല എന്നാൽ പിന്നെ ആയുർവേദത്തിന് കൊണ്ടുപോയി ചേർത്തേക്കാം, അങ്ങനെയല്ല. ആയുർവേദ ചികിത്സാ രീതിയോട് ജന്മനാൽ തന്നെ ആഭിമുഖ്യമുള്ള കുട്ടികൾ ഉണ്ടാവാം. അങ്ങനെയുള്ള കുട്ടികളാണ് ശരിക്കും ആ ഫീൽഡിലേക്ക് പോകേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിൽ ശോഭിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് BHMS. BHMS എന്ന് പറയുമ്പോൾ ബാച്ചിലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി. അതും 5.5 ഇയേഴ്സിന്റെ ഒരു കോഴ്സാണ്. ഹോമിയോപ്പതിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അവിടെ നടത്തുന്നത്. അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അതിനെ പറ്റിയിട്ട് അറിയാം. ദെൻ വരുന്നത് ബാച്ചിലർ ഓഫ് സിദ്ധ മെഡിസിൻ ആൻഡ് സർജറി, അതാണ് BSMS എന്ന് പറയുന്നത്. BSMS അതും 5.5 ഇയേഴ്സിന്റെ ഒരു കോഴ്സാണ്. ഈ സിദ്ധ മെഡിസിൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും സൗത്ത് ഇന്ത്യയിൽ പ്രചാരത്തിലിരിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ്. അപ്പൊ അതിനൊക്കെ ഞാൻ അത് അങ്ങനെ പറയാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഡോക്ടർ ഡിഗ്രി കിട്ടി കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് ഒരു ബാധ്യത ആയി വരരുത്, അല്ലെങ്കിൽ എനിക്ക് അധികം വിൻഡോസ് എന്റെ മുൻപിൽ തുറക്കപ്പെടുന്നില്ല എന്ന് പിന്നീട് തോന്നരുത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. സിദ്ധ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ അത് കൂടുതലായിട്ടും സൗത്ത് ഇന്ത്യയിലാണ് അതിനൊരു പോപ്പുലാരിറ്റി ഉള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ മറ്റൊരു ചികിത്സാ സമ്പ്രദായമാണ് BUMS, ബാച്ചിലർ ഓഫ് യുനാനി മെഡിസിൻ ആൻഡ് സർജറി എന്ന് പറയുന്നത്.
അതൊരു എന്താ പറയേണ്ടത്, അറിയാവുന്നതാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു അറേബ്യൻ അറബ് നാടുകളിൽ നിന്ന് വന്ന ഒരു ചികിത്സാ സമ്പ്രദായമായിട്ടാണ് പറയപ്പെടുന്നത്. അതും എന്താ പറയേണ്ടത്, മോഡേൺ മെഡിസിൻ പോലെ അക്സെപ്റ്റഡ് അല്ല. ഇതും ഗവൺമെന്റ് തന്നെ നടത്തുന്നുണ്ട്, ഗവൺമെന്റ് തന്നെ ഡിഗ്രി ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ പറയപ്പെടുന്നതൊന്നും മോഡേൺ മെഡിസിൻ പോലെ നിലവിൽ അക്സെപ്റ്റഡ് അല്ല. ഭാവിയിൽ എന്തായിരിക്കും എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ BVSSC ആൻഡ് AH, ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി. നമ്മൾ അനിമൽസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണ്. അപ്പൊ അതും ഈ പറഞ്ഞതുപോലെ MBBS-നോ BDS-നോ കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഒരിക്കലും BVSC ഒക്കെ പോയി എടുത്താൽ നമുക്ക് ഒരിക്കലും പ്രൊഫഷണൽ ശോഭിക്കാൻ പറ്റണമെന്നില്ല. അത് ആ അനിമൽസിനോട് ജന്മനാൽ തന്നെ ഒരു താല്പര്യവും ഇഷ്ടവും ഒക്കെ ഉള്ള കുട്ടികൾ മാത്രമേ ആ ഒരു ഇതിൽ പോയാൽ ശോഭിക്കുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മെഡിക്കൽ സൈഡിൽ തന്നെ വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് കോഴ്സസും ചെയ്യാൻ പറ്റും. അത് നമ്മൾ അതിനെ പാരാമെഡിക്കൽ എന്നാണ് ഇപ്പോഴും പറയുന്നതെങ്കിൽ പോലും അതിനെ അലൈഡ് ഹെൽത്ത് കോഴ്സസ് എന്നാണ് പറയുന്നത്. അലൈഡ് ഹെൽത്ത് കോഴ്സസ്. അപ്പൊ അത് ഒരുപാട് കോഴ്സസ് ഉണ്ട്. അപ്പൊ അവരൊന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡോക്ടർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുന്ന ആളുകളല്ല. പക്ഷെ അവരുടെ പ്രൊഫഷൻ ഈ മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് BPT എന്ന കോഴ്സാണ്. BPT അത് ആർക്കെങ്കിലും ഒന്ന് പറയാമോ, ഈ BPT എന്ന് പറയുന്ന കോഴ്സ് എന്താണെന്ന്? BPT കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒന്ന് ഫിസിയോതെറാപ്പി. അതാണ് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി. ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ഇതൊരു 4.5 വർഷത്തെ കോഴ്സായിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അതൊരു ഡിഗ്രി കോഴ്സ് ആവും. ഈ ഫിസിയോതെറാപ്പിസ്റ്റുമാർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ്സിനെ, അതായത് ബോഡിക്ക് ഒരു ഇഞ്ചുറി വന്നാൽ ആ ഇഞ്ചുറിയെ ട്രീറ്റ് ചെയ്യുക, ബോഡിയുടെ മൊബിലിറ്റി പ്രോബ്ലംസ് എക്സർസൈസിലൂടെയും അല്ലെങ്കിൽ മാനുവൽ ആയിട്ടുള്ള തെറാപ്പി കൊടുത്തിട്ടും ഒക്കെ. ഇപ്പൊ ചില ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിയുന്ന സമയത്ത് ഡോക്ടേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ടല്ലോ, ഇനി നിങ്ങൾ 1 മാസം ഫിസിയോതെറാപ്പിക്ക് പോകണം. അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് ഈ തെറാപ്പിസ്റ്റുമാരായിരിക്കും. അപ്പൊ മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും, അത്യാവശ്യം നല്ല എല്ലാ ഹോസ്പിറ്റലുകളിലും തന്നെ ഇപ്പൊ ഫിസിയോതെറാപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വിങ് ഉണ്ട്. ഇനി വേറൊരു അലൈഡ് കോഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് BOT ആണ്. BOT അതൊക്കെ നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് നമ്മൾ അറിയാം. BOT അത് ആർക്കെങ്കിലും ഒന്ന് പറയാമോ, BOT എന്താണെന്ന്? യെസ്, അത് ഒക്യുപേഷണൽ തെറാപ്പിയാണ്. ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ലിവിങ്ങിനും നമ്മുടെ വർക്കിങ്ങിനും വിഘാതമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിൽക്കുന്നു അതിനെ എല്ലാം എന്താ പറയേണ്ടത്, പരിഹരിക്കാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഈ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, എനിക്ക് പ്രോപ്പർ ആയിട്ട് ഭക്ഷണം വാരി കഴിക്കാൻ പറ്റുന്നില്ലാത്ത ഒരു ശാരീരിക അവസ്ഥ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഡെയിലി ലൈഫും എൻ്റെ പ്രൊഫഷണൽ ലൈഫും എനിക്ക് ഒരിക്കലും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങനെ ഒരു തെറാപ്പിസ്റ്റിന്റെ ആവശ്യമുണ്ട്. അവരെയാണ് നമ്മൾ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു എമർജിങ് ആയിട്ടുള്ള ഫീൽഡാണ്. കാരണം നമുക്കറിയാം ഇന്നിപ്പോ ആളുകള് ലൈഫ് വളരെ ഫാസ്റ്റ് ആണ്, ആളുകൾക്കൊട്ടും സമയമില്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആവുകയാണ്, കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആവുകയാണ് ചെയ്യുന്നത് ആളുകൾ. അപ്പൊ ഈ ഹെൽത്തിന് വേണ്ടിയിട്ട് എത്ര പണം വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ മനുഷ്യൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന ഏത് ചെറിയ പ്രശ്നവും പരിഹരിക്കാൻ നമ്മളൊരു എക്സ്പേർട്ടിനെയാണ് ഇപ്പൊ അന്വേഷിക്കുന്നത്. പഴയതുപോലെ കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് മാറുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലല്ല ആളുകൾ ഇരിക്കുന്നത്. ഒരു എക്സ്പേർട്ട് എവിടെ അവൈലബിൾ ആണോ അയാളുടെ അടുത്ത് പോയി ഈ പ്രശ്നം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് നോർമൽ ആവാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഈ ഒക്യുപേഷണൽ തെറാപ്പി ഒക്കെ പോലെയുള്ള കോഴ്സുകൾ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഇപ്പൊ വളരെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വളരെ റീസെന്റ് ആയിട്ട് നമ്മുടെ ഒരു പ്രശസ്ത ഗായിക ആ ആൾക്ക് ഒരല്പം ഓട്ടിസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ ഓട്ടിസം എന്നൊക്കെ പറയുന്നത് ഒട്ടും വയ്യാത്ത കുട്ടികളായിരിക്കാം. പക്ഷെ അങ്ങനല്ല, അങ്ങനെ ആവണമെന്നില്ല. ഇതിനൊക്കെ പല ലെവലുകളുണ്ട്. അതായത് നമ്മുടെ സ്വഭാവത്തിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ ആ വൈകല്യത്തെ പരിഹരിക്കാൻ നമുക്ക് ചിലപ്പോൾ ഒരു മാസ്റ്ററുടെ ആവശ്യം വരും, ഒരു തെറാപ്പിസ്റ്റിന്റെ ആവശ്യം വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ അടുത്തേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്രാഞ്ചിന് ഇനിയുള്ള കാലത്ത്
അത്യാവശ്യം സ്കോപ്പ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് വേറൊരു അലൈഡ് കോഴ്സ് ആയിട്ട് പറയാനുള്ളത് MLT ആണ്. MLT. അപ്പൊ അതിന്റെ ഫുൾ ഫോം ഒന്ന് പറയണം ആരെങ്കിലും. MLT. ലാബ് ടെക്നോളജിയാണ്. അത് മെഡിക്കൽ ലാബ് ടെക്നോളജിയാണ്. അതിലും നമുക്ക് 3 വർഷത്തെ BSc കോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർ ചെയ്യുന്നത് മെയിൻ ആയിട്ടും ലാബ് ടെസ്റ്റുകളും ഡയഗ്നോസിസും ആണ്. ഇപ്പം എല്ലാ ഒരു ടെസ്റ്റുകളും യഥാർത്ഥത്തിൽ ഡോക്ടർ അല്ലല്ലോ ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പോയി ഒരു ഡോക്ടറെ കാണുന്ന സമയത്ത് ആ ഡോക്ടർ പറയാണ്, എന്റെ ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ വെച്ചിട്ട് ഡോക്ടർ പറയാണ്, ഒരു 10,000 രൂപയുടെ ബ്ലഡ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് എന്താ പറയേണ്ടത്, ലാബിലേക്ക് പൊക്കോളാം. നമ്മൾ അവിടെ ചെല്ലുന്നു. അപ്പോൾ നമ്മളെ സ്വീകരിക്കുന്നതും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതും നമ്മൾ കൊടുക്കുന്ന ഈ സാമ്പിൾ എടുത്തു വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതും ഡയഗ്നോസിസ് നടത്തുന്നതും ഒന്നും ഡോക്ടർ അല്ല. അതിന് സ്പെഷ്യലായിട്ട് പഠിച്ച ലാബ് ടെക്നോളജി പഠിച്ച ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കറിയാം രോഗികളുടെ എണ്ണം കൂടുകയാണ്, രോഗങ്ങളുടെ എണ്ണം കൂടുകയാണ്, ആശുപത്രികളുടെ എണ്ണം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ബ്രാഞ്ചിന് ഒരു എന്താ പറയേണ്ടത്, ഒരു സ്കോപ്പുള്ള ഒരു ബ്രാഞ്ചാണ് ഈ ലാബ് ടെക്നോളജി എന്ന് പറയുന്നത്. ദെൻ അതിന്റെ തന്നെ ഭാഗമായിട്ട് നമുക്ക് വേറൊരു കോഴ്സ് പറയാൻ പറ്റും. റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഞ്ച് ഉണ്ട്. റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി. അപ്പൊ നമ്മളൊരു എന്താ പറയുന്നത്, ഒരു എക്സ്റേ സ്കാനോ അല്ലെങ്കിൽ ഒരു MRI സ്കാനോ അല്ലെങ്കിൽ ഒരു CT സ്കാനോ ഒക്കെ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഇത് കണ്ടക്ട് ചെയ്യുന്ന കുറച്ച് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ ആക്ച്വലി അവര് എന്താ പറയുന്നത്, MBBS പഠിച്ച ആളുകളൊന്നും അല്ല. അതിനു വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ട്രെയിൻ ചെയ്ത് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അവര് പഠിക്കുന്ന ഈ കോഴ്സിന്റെ പേരാണ് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇന്ന് അത്യാവശ്യം സംവിധാനമുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും അവർക്ക് തന്നെ സ്വന്തമായിട്ട് സ്കാൻ ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളും ഉണ്ട്. നമുക്കറിയാം പണ്ടൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ സ്കാനിങ് പുറത്തേക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു നല്ല ലാബ് കണ്ടുപിടിച്ച് സ്കാൻ ചെയ്ത് പിന്നീട് ആ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറുടെ അടുത്ത് വരുന്നു എന്നുള്ളത് മാറിയിട്ട് ഇപ്പൊ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലില് സ്കാനിങ്ങിന് അവരുടേതായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് അവിടുത്തെ ഒരു ജോലി സാധ്യതയാണ് ഈ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു BSc കോഴ്സ് ചെയ്യാൻ പറ്റുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്നൊരു ബ്രാഞ്ചിലാണ്. ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. ഈ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയതുപോലല്ല. എല്ലാ ഓപ്പറേഷൻസും ഇപ്പം മെഷീൻസിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെ മാനേജ് ചെയ്യുന്നതും അതിനകത്തുള്ള എല്ലാ സർജിക്കൽ ഓപ്പറേഷൻസിന് ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ഉണ്ട്. അവർ പഠിക്കുന്ന കോഴ്സാണ് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഒരു കോമൺ മാൻ അതിനെ പറ്റിയിട്ട് അത്ര അവെയർ ആയിരിക്കില്ല. പക്ഷെ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ദെൻ വേറൊരു കോഴ്സ് നമുക്ക് ഈ മെഡിക്കൽ സൈഡിൽ നിന്ന് അലൈഡ് കോഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത് അനസ്തീഷ്യ ടെക്നോളജി എന്ന് പറയും. ഈ അനസ്തീഷ്യ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്കറിയാം ഏത് സർജറി നടക്കുന്ന സമയത്തും അനസ്തീഷ്യ വേണം. അപ്പോ ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്ന ആ ഗ്രൂപ്പാണിത്. അവർ പഠിക്കുന്ന കോഴ്സാണ് അനസ്തീഷ്യ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സ് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളായിരിക്കും ഒരു സർജറിക്ക് മുമ്പായിട്ട് അനസ്തീഷ്യ എന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അവിടുത്തെ കാര്യങ്ങൾ ഗൈഡ് ചെയ്യുന്നത്. ദെൻ അതുപോലെ ഒരു വേറൊരു കോഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരെണ്ണമാണ് CVT. അപ്പൊ അതൊക്കെ ചിലപ്പോൾ പുതിയൊരു അറിവായിരിക്കും നമുക്ക്. കാർഡിയോ വാസ്കുലർ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ട്. കാർഡിയോ വാസ്കുലർ ടെക്നോളജി. അപ്പൊ കാർഡിയോ വാസ്കുലർ എന്ന് പറയുമ്പോൾ തന്നെ അത് എന്തുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നമുക്കറിയാം. അത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് അവിടെ മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത്. അതായത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡയഗ്നോസിസ്, ഹാർട്ടിനൊരു പ്രശ്നം വരുന്ന സമയത്ത് അതിനെ ഡയഗ്നൈസ് ചെയ്യുന്നതിൽ എന്താ പറയേണ്ടത്, ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന ആളുകൾ പഠിച്ചിരിക്കുന്ന കോഴ്സാണ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി. CVT എന്നാണ് അതിനെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ഹാർട്ടിനൊക്കെ ഒരു വേരിയേഷൻ വന്നിട്ട് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് മെയിനായിട്ട് കാർഡിയോളജിസ്റ്റ് അവിടെ കാണും. പക്ഷെ നമ്മളോട് അവിടെ ചെന്നിട്ട് ആ ചെക്കപ്പ് ചെയ്യൂ എന്ന് പറയുന്ന സമയത്ത് ട്രെഡ്മില്ല് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ കയറ്റി നിർത്തി നമ്മളെ ഓടിക്കുകയും അതിന്റെ
ഗ്രാഫുകൾ അനലൈസ് ചെയ്യുകയും അതിനനുസരിച്ച് ഡോക്ടറിന് റിപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കുറച്ച് പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ ആ കോഴ്സാണ് കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്നത്. ദെൻ ന്യൂറോ സയൻസ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് വേറൊരു ബ്രാഞ്ച് ഈ മെഡിക്കൽ സൈഡിലുണ്ട്. അതിലും നമുക്കൊരു ഡിഗ്രി കോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ന്യൂറോ സംബന്ധമായ ഡയഗ്നോസിസ് ആണ് അവരുടെ ജോലി. നമ്മൾ ഈ കാർഡിയോവാസ്കുലർ ടെക്നോളജി ഹാർട്ട് സംബന്ധമാണെന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അനസ്തീഷ്യ ടെക്നോളജി എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന് പറഞ്ഞതുപോലെ ന്യൂറോ സംബന്ധമായ നെർവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ഡയഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ്. അവർ പഠിക്കുന്ന കോഴ്സാണ് ന്യൂറോ സയൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ EEG അല്ലെങ്കിൽ EMG എന്നൊക്കെ പറയുന്ന സ്കാനിങ്ങുകൾ ഉണ്ടല്ലോ, അത് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഗ്രൂപ്പ്, ആ ഒരു പ്രൊഫഷണൽസ് പഠിക്കുന്ന കോഴ്സാണ് ന്യൂറോ സയൻസ് ടെക്നോളജി എന്ന് പറയുന്നത്. ദെൻ വേറെ ഒരു അലൈഡ് കോഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് റീനൽ ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്നതാണ്. അവിടെയും നമുക്കൊരു 3 ഇയറിന്റെ ഡിഗ്രി പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഈ ഡയാലിസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് കിഡ്നി ഫെയിലിയർ ആവുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അവര് മെയിനായിട്ടും ചെയ്യുന്നത് ഈ ഡയാലിസിസ് ട്രീറ്റ്മെന്റിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ ലക്ഷ്യം. അപ്പൊ അവര് ഈ പറയുന്ന പോലെ ഇവരും ഡോക്ടേഴ്സ് അല്ല, പക്ഷെ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇവരുണ്ടായിരിക്കും. ആ ഡയാലിസിസ് യൂണിറ്റ് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്ത് ആ ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യുന്നതിൽ ഈ ഒരു ഗ്രൂപ്പ്, ഈ ഒരു പ്രൊഫഷണൽസ് അവിടെ ഉണ്ടായിരിക്കും. ദെൻ വേറൊരു കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റെസ്പിറേറ്ററി തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. അതിലും നമുക്കൊരു ഡിഗ്രി പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പൊ അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബ്രീത്തിങ് ഡിസോർഡേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഡോക്ടർ മെഡിസിൻ തരുന്നത് പോലെ തന്നെ ഒരു തെറാപ്പി ചെയ്യുന്നത് പോലെ തന്നെ, ഇപ്പൊ നമ്മൾക്ക് മസിൽസിനൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആദ്യം ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. ഡോക്ടർ നമുക്ക് മെഡിസിൻ തന്നിട്ട് അതിനുശേഷം നമ്മളോട് ഒരു തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പറയുമല്ലോ. ആ തെറാപ്പിസ്റ്റ് പറയുന്ന മാർഗങ്ങളിലൂടെ എക്സർസൈസും മൂവ്മെന്റ്സും ഒക്കെ ചെയ്യുന്ന സമയത്തായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ഇതിൽ നിന്നൊരു റിലീഫ് കിട്ടുന്നത്. എന്ന് പറയുന്ന പോലെ റെസ്പിറേറ്ററി ഈ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, അതിപ്പം കൊച്ചുകുട്ടികൾ മുതൽ വലിയ പ്രായം വരെയുള്ള ആർക്ക് വേണമെങ്കിലും വരാവുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു ഡോക്ടറെ കണ്ട്, ഒരു പൾമനോളജിസ്റ്റിനെ കണ്ട് കഴിയുമ്പോൾ ഈ ബ്രീത്തിങ് ഡിസോർഡേഴ്സ് പരിഹരിക്കാൻ അവരൊരു തെറാപ്പി സജസ്റ്റ് ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ റെസ്പിറേറ്ററി തെറാപ്പി എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി തെറാപ്പി അവരാണ് നമ്മുടെ ബ്രീത്തിങ് ഡിസോർഡറിനെ ഓവർകം ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരുന്ന ആളുകൾ. അതുപോലെ ഈ അവർ തന്നെയാണ് ആക്ച്വലി ഈ വെന്റിലേറ്റർ എന്ന് പറയുന്ന സംവിധാനത്തെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൊഫഷണൽസ് പഠിക്കുന്ന കോഴ്സാണ് റെസ്പിറേറ്ററി തെറാപ്പി എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ വീണ്ടും ഒരു അലൈഡ് കോഴ്സ് നമുക്ക് പറയാൻ പറ്റും. അത് പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. പെർഫ്യൂഷൻ ടെക്നോളജി ഇതൊക്കെ വളരെ എന്താ പറയുന്നത്, അത്രയ്ക്ക് കോമൺ അല്ലാത്ത ചില കോഴ്സുകളാണ് ഈ പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ദേ ഓപ്പറേറ്റ് ഹാർട്ട് ലങ് മെഷീൻ ഡ്യൂറിങ് കാർഡിയാക് സർജറി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പെർഫ്യൂഷൻ ടെക്നോളജിയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഹാർട്ടിന്റെ ഒരു സർജറി ഒരു ഡോക്ടർ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്, ഹാർട്ടിന്റെ സർജറി ഡോക്ടർ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഹാർട്ടിലേക്കും ലങ്സിലേക്കും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരുപാട് ഡിവൈസസ് ഉണ്ട്. ഈ ഡിവൈസസിനെ മോണിറ്റർ ചെയ്യുകയും ഓപ്പറേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ അവിടെ ഉണ്ടാകും. അവർ പഠിച്ചിരിക്കുന്ന കോഴ്സാണ് ഈ പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മെയിനായിട്ട് പറഞ്ഞത് നമ്മുടെ +2 നീറ്റ് എക്സാമിന് ശേഷം നമുക്ക് എഴുതാൻ പറ്റുന്ന നമുക്ക് ചേരാൻ പറ്റുന്ന പലതരത്തിലുള്ള ബാച്ചിലർ കോഴ്സുകളെ പറ്റിയിട്ടാണ്. അതായത് ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി മെയിനായിട്ടും MBBS ആണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയുന്നു. MBBSനുള്ള സ്കോർ വന്നില്ലെങ്കിൽ മാത്രമാണ് മിക്കവാറും കുട്ടികൾ BDSലേക്ക് പോകുന്നത്. അതും വന്നില്ലെങ്കിലാണ് പിന്നെ ഈ ആയുഷ് കോഴ്സുകളായ ആയുർവേദം, ഹോമിയോ, യുനാനി, സിദ്ധ പോലെയുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് BSc നഴ്സിംഗിലേക്ക് പോവാം. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ബാക്കി അലൈഡ് കോഴ്സുകളിലേക്ക്, ഫാർമസി പോലെയുള്ള പാരാമെഡിക്കൽ ആയിട്ടുള്ള കോഴ്സുകളിലേക്കും നമുക്ക് പോകാൻ പറ്റും. ഇതല്ലാതെ ഇതിന്റെ മറ്റൊരു സൈഡ് കൂടെ ഞാൻ ഇതിന്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൂടെ പറയാതെ പോയാൽ ഇത് പൂർണ്ണമാവില്ല. നമ്മുടെ ഈ ഇന്നത്തെ
നിലവിലത്തെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ജസ്റ്റ് ഒരു MBBS ഡോക്ടർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസിന് ഒരു പരിധിയുണ്ട്. നിലവിൽ എന്തായാലും ഇതിനൊരു പരിധിയുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ നല്ല നല്ല ഹോസ്പിറ്റലുകൾ ഒരിക്കലും ഒരു MBBS ഡോക്ടറെ അത്രയധികം പ്രിഫർ ചെയ്യില്ല. അപ്പൊ ഞാൻ വീണ്ടും ഒരു ഇന്ററാക്ഷന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ജസ്റ്റ് MBBS മാത്രം പാസ്സായ ഒരാളുണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരു MBBS ഡോക്ടർക്ക് ഏകദേശം എത്ര രൂപ വരെയൊക്കെ സാലറി കിട്ടുമായിരിക്കാം? ഒരു ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ പോയാൽ എത്ര രൂപ വരെയൊക്കെ സാലറി കിട്ടുമായിരിക്കാം? സാലറി ഒരു പ്രധാന ഘടകമാണല്ലോ എത്രയാണെങ്കിലും. ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ജസ്റ്റ് MBBS മാത്രമുള്ള ഒരു ഡോക്ടറാണ്, ഏകദേശം എത്ര രൂപ വരെയൊക്കെ സാലറി ലഭിക്കുമായിരിക്കാം ഒരു ഹോസ്പിറ്റൽ ഇയാളെ ഹയർ ചെയ്താൽ? 50,000. യെസ്, അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ഇപ്പം ഞാൻ തന്നെ നമ്മുടെ ഒരു പഴയ സ്റ്റുഡന്റിനെ കണ്ടപ്പോ ഞാൻ അവനോട് ചോദിച്ചപ്പം അവൻ എന്നോട് പറഞ്ഞത്, സർ മാക്സിമം ഒരു 60,000 60,000 രൂപ വരെ കിട്ടാനുള്ള ചാൻസേ ഉള്ളൂ നിലവിൽ. അതുകൊണ്ട് അവർ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു? അവർ ഇതിന്റെ PG കോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ആ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. MBBS കൊണ്ട് നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡോക്ടർ ആവണം എന്നാഗ്രഹിക്കുന്ന ഒരു കുട്ടി മസ്റ്റായിട്ടും PG ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട്. അങ്ങനെ PG ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും ഒരു നീറ്റ് എക്സാം എഴുതേണ്ടി വരും. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം. വീണ്ടും ഒരു നീറ്റ് എക്സാം എഴുതേണ്ടി വരും. ആ എക്സാമിനെ നമ്മൾ നീറ്റ് എക്സാം എന്ന് തന്നെയാണ് പറയുന്നത്, പക്ഷെ അത് PG കോഴ്സിനുള്ള നീറ്റ് എക്സാം ആണ്. അത് ഈ UG കോഴ്സിനുള്ള, അതായത് MBBS പോലെയുള്ള അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിനുള്ള നീറ്റ് എക്സാമിനേക്കാൾ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് PG എൻട്രൻസ് അല്ലെങ്കിൽ PGയുടെ നീറ്റ് എക്സാം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു? ഈ കുട്ടി ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പം ഒന്നുകിൽ നമ്മൾ അതിനെ MD എന്ന് പറയും, അല്ലെങ്കിൽ അറിയാലോ നമ്മൾ അതിനെ MS എന്നാണ് പറയുന്നത് ഈ PG കോഴ്സിനെ. അപ്പൊ ഈ MD എന്ന് പറയുമ്പം ഡോക്ടർ ഓഫ് മെഡിസിൻ. ഈ മെഡിക്കലിന്റെ PG കോഴ്സസ് എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പൊ അവരാണ് ശരിക്കും ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, റേഡിയോളജി ഇങ്ങനെയുള്ള പല ബ്രാഞ്ചസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് PG ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെയല്ല, കുറച്ചുകൂടെ സർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ MD അല്ല, അതിനെ MS എന്നാണ് അതിനെ പറയുന്നത്. MS എന്ന് പറയുമ്പോൾ മാസ്റ്റർ ഓഫ് സർജറി. അതും ഒരു 3 ഇയർ കോഴ്സ് ആണ്. ജനറൽ സർജറി അതിനകത്ത് വരും, ഓർത്തോപീഡിക്സ് അതായത് ബോൺസ് എല്ലുകളുടെ സർജറി വരും, ഗൈനക്കോളജി, ENT, ഓഫ്താൽമോളജി ഇങ്ങനെയുള്ള സർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഡോക്ടേഴ്സ് അവരാണ് MS എന്ന കോഴ്സ് പഠിക്കുന്നത്. അപ്പൊ അവർ കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. അപ്പൊ MBBS പഠിച്ചവർക്കും ഇത് ചെയ്യാം, കാരണം അത് ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്കും ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമെങ്കിലും എന്താ പറയേണ്ടത്, നമ്മളൊരു സ്പെഷ്യലിസ്റ്റ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത്. പഴയ പോലെ അല്ല, ഇപ്പൊ എല്ലാവരും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഡോക്ടറിന്റെ നെയിം ബോർഡിന്റെ താഴെ എന്തൊക്കെ ഡിഗ്രികളാണ് ആ ഡോക്ടറിനുള്ളത് എന്നുകൂടെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഡോക്ടറിനെ വേണോന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പോഴൊക്കെ ആയിട്ട് നമ്മളൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കൊക്കെ അപ്പോയിന്റ്മെന്റിന് വിളിക്കുന്ന സമയത്ത് അവർ തന്നെ നമ്മളോട് ചോദിക്കും ഏത് ഡോക്ടറിനെയാണ് കാണേണ്ടതെന്ന്. അപ്പം ഓരോ ഡോക്ടറിനും നിലവിൽ ഇപ്പോൾ ഓരോ പ്രൊഫൈൽ ഉണ്ട് യഥാർത്ഥത്തിൽ. അത് ആ ഡോക്ടറിന്റെ ക്വാളിഫിക്കേഷൻ അതിനകത്ത് ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ അവിടെയൊക്കെ വരുന്ന സമയത്ത് MBBS മാത്രം പഠിച്ചിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് അത്രയ്ക്ക് സ്കോർ ഒരിക്കലും വരാൻ സാധ്യതയില്ല. അങ്ങനെ വരുന്നത് കൊണ്ട് അവർ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു? അവർ ഇതിന്റെ PG ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പൊ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം എഞ്ചിനീയറിംഗിന്റെ കാര്യം പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗിൽ വൺസ് നമ്മൾ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു JEE അഡ്വാൻസ്ഡ് ഒക്കെ ക്വാളിഫൈ ചെയ്തു, അല്ലെങ്കിൽ JEE മെയിൻസിന്റെ ഒരു നല്ല റാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? NIT-ലോ IIT-ലോ ഒരു അഡ്മിഷൻ കിട്ടും. NIT-ന്നും IIT-ന്നും ഒക്കെ ഇറങ്ങുന്ന കുട്ടിക്ക് ഒരുപാട് ചാൻസസ് ഉണ്ട് അത്യാവശ്യം വലിയ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക്, അല്ലെങ്കിൽ വളരെ മൈക്രോസോഫ്റ്റോ ഗൂഗിളോ അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിലേക്ക്, ടെസ്ലയോ അങ്ങനെ ഒരു നല്ല കമ്പനിയിലേക്കാണ്
ആ കുട്ടിയെ ഹയർ ചെയ്ത് കൊണ്ടുപോകുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ പിന്നീട് ഒരു കോഴ്സും ചെയ്തില്ലെങ്കിൽ പോലും അവൻ സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ആ കുട്ടി മസ്റ്റായിട്ടും ഒരു എംടെക് ചെയ്യണം എന്ന് നമുക്ക് വാശി പിടിക്കേണ്ട ആവശ്യം ഇല്ല. ഈ ബിടെക് കൊണ്ട് തന്നെ ചിലപ്പം അവന് നന്നായിട്ട് ജീവിക്കാൻ പറ്റും. പിന്നെ എഞ്ചിനീയറിംഗിനുള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കരിയർ സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് ഈ എഞ്ചിനീയറിംഗ് മറ്റു പലതുമായിട്ടും കണക്റ്റഡ് ആണെന്ന് നമുക്കറിയാലോ. മറ്റു പലതുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും. ഇപ്പം എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ എന്റെ കൂടെ പല ബ്രില്യന്റിൽ വർക്ക് ചെയ്യുന്നതിൽ സയൻസുകാരെക്കാൾ കൂടുതൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരാണ് പഠിപ്പിക്കാൻ വരുന്നത്. അപ്പൊ അവരൊക്കെ ഏതെങ്കിലുമൊക്കെ വലിയ കമ്പനികളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഒരു സമയം കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആ ജോലി ഒരല്പം വിരക്തി തോന്നിയാൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലേക്ക് അവർക്കൊന്ന് സ്വിച്ച് ചെയ്യാനോ ഒന്ന് മാറിപ്പോവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഡോക്ടർ ആവാനൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു കുട്ടി ലൈഫ് ലോങ് ആ പ്രൊഫഷൻ തന്നെ കൊണ്ടുപോകും എന്ന് ഉറപ്പുള്ള ഒരാൾ മാത്രമേ യഥാർത്ഥത്തിൽ അതിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. കാരണം വൺസ് നമ്മൾ ആ മെഡിക്കൽ സൈഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് തന്നെയാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. പക്ഷെ ഇതിന് വേറൊരു അഡ്വാൻറ്റേജ് ഈ മെഡിക്കൽ സയൻസിലേക്ക് വരുമ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, അത് നമ്മൾ ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഇപ്പം IT അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എത്ര നല്ല ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ ആണെന്ന് പറഞ്ഞാലും ഒരു 45-50 എന്നൊക്കെ പറയുന്ന ഏജ് എത്തുന്ന സമയത്ത് നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും പലരും അവരുടെ കരിയർ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും. ഇപ്പൊ ഞാൻ തന്നെ നേരിട്ട് സംസാരിച്ചിട്ടുള്ളതിൽ അത്യാവശ്യം നല്ല എഞ്ചിനീയേഴ്സ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാക്സിമം ഒരു 45 അല്ലെങ്കിൽ ഒരു 50 ഇയേഴ്സ് വരെ ജോലി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ, അത് മതി, അതേ പറ്റൂ. അത് കഴിയുമ്പം ട്രെൻഡ് മാറും. പുതിയതായിട്ട് വരുന്ന കുട്ടികളുടെ ഒപ്പം പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കേസ് ആണെന്ന് പലരും നേരിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ഡോക്ടറെ സംബന്ധിച്ച് അവിടെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡോക്ടർ എന്ന് വരെ ഡോക്ടറിന് ചികിത്സിക്കാനുള്ള ആരോഗ്യമുണ്ടോ അന്ന് വരെ ഡോക്ടർക്ക് ഡിമാൻഡ് ഉണ്ടെന്നുള്ളത് വേറൊരു വ്യത്യാസം. പുള്ളി മരിക്കുന്നത് പോലും ഡോക്ടറായിട്ടായിരിക്കും. ഒരു റിട്ടയർമെന്റും ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഫീൽഡിന്റെ പ്രത്യേകത. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ തന്നെ എവിടെയൊക്കെ ഒരു ഡോക്ടറെ ഹോസ്പിറ്റലിൽ കണ്ടില്ലെങ്കിൽ ആ ഡോക്ടർ ഒരു നല്ല ഡോക്ടർ ആണെങ്കിൽ നമ്മൾ പുള്ളിയുടെ വീട്ടിൽ പോയി ക്യൂ നിന്നിട്ടാണെങ്കിലും ആ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാൻ എല്ലാവരും വെയിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആണെങ്കിൽ ഈ ഡോക്ടർക്ക് വളരെ വലിയ സാലറി കിട്ടുകയും ചെയ്യും. അതായത് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് പറഞ്ഞതിനർത്ഥം. പിന്നെ ഈ PG കഴിഞ്ഞിട്ടും നമുക്ക് ചില സൂപ്പർ സ്പെഷ്യാലിറ്റി ചെയ്യാൻ പറ്റും എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സസ് എന്നാണ് അതിനെ പറയുന്നത്. അതൊന്ന് DM, വേറൊന്ന് MCH, അതായത് MBBS ഡിഗ്രി കോഴ്സാണ്. അത് കഴിഞ്ഞിട്ടുള്ള PG കോഴ്സ് MD അല്ലെങ്കിൽ MS എന്ന് പറയുന്ന PG കോഴ്സും കഴിഞ്ഞിട്ടും അതും ഇപ്പോൾ ഒരു ഇന്നവിറ്റബിൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മിക്കവാറും ഡോക്ടേഴ്സ് എല്ലാം PG ചെയ്യുന്നത് കൊണ്ട് അവർക്കിടയിൽ ഒരു മത്സരം വരുമ്പോഴാണ് അവർ അതിനു മേലെയുള്ള കോഴ്സിലേക്ക് പോകുന്നത്, സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകളിലേക്ക് പോകുന്നത്. അപ്പോ ഇതിനകത്തൊരു നമ്മൾ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഡോക്ടർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞു വരുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചെയ്തു വരുന്ന സമയത്ത് ഒരു എന്താ പറയേണ്ടത്, അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇപ്പൊ നമ്മളൊരു എഞ്ചിനീയറിംഗ് ചെയ്യുകയാണെങ്കിൽ 4.5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് കഴിയുന്നു. അതിനുശേഷം ബിടെക്കിന് ശേഷം ഒരു എംടെക് ഈ കുട്ടി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഒരു 2 വർഷം, 4-2 6 അല്ലെങ്കിൽ 7 വർഷം കൊണ്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടും പഠിച്ചിറങ്ങി നല്ലൊരു ജോലിയിലേക്ക് കയറാൻ പറ്റും. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഈ ഡോക്ടേഴ്സ് വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നൊരു സ്റ്റേജ് ഇപ്പോൾ നിലവിലുള്ളത് കൊണ്ട് ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സിന് ഒരു 4.5 വർഷം നമുക്ക് ആവുന്നുണ്ട്, MBBS എന്ന് പറയുന്ന കോഴ്സിന്. അതിനുശേഷം 1 ഇയർ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക എന്ന് പറയുമ്പം അതൊരു 5.5 വർഷമായി. അതിനുശേഷം നമ്മൾ ആദ്യം പോയി എഴുതുന്ന എഴുത്തിൽ തന്നെ നമുക്ക് PG എൻട്രൻസ് കിട്ടണമെന്നില്ല. മിക്കവാറും ആളുകൾ 1 ഇയർ മാറ്റി വെച്ച് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് അവർക്ക് ഈ PG എൻട്രൻസ് കിട്ടുന്നത്. അപ്പൊ വീണ്ടും അവിടെ ഒരു 1 വർഷം പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോ 6.5 വർഷം ആവുന്നു. അതിനുശേഷം PGക്ക് ഒരു 3 വർഷം പോകുന്നു. ഇതെല്ലാം ആവുമ്പോൾ തന്നെ ഒരു 10 വർഷം ആവും. അതിനുശേഷം നമ്മളൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി കൂടെ ചെയ്ത് ഇറങ്ങിയൊക്കെ വരുന്ന സമയത്ത് ഞാൻ വളരെ റീസെന്റ് ആയിട്ട് ഒരു ഡോക്ടറോട് സംസാരിച്ചപ്പം
ഡോക്ടർ പറഞ്ഞത് മിനിമം ഒരു 11-12 വർഷം കഴിയുമ്പോഴാണ് നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നല്ല ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ വരുന്നത്. പക്ഷെ ഈ 11-12 വർഷം നമ്മൾ അവിടെ മാറ്റി വെച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പിന്നെ ഒരു 70 അല്ലെങ്കിൽ 75 വയസ്സ് വരെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ജോലി വളരെ നന്നായിട്ട് ചെയ്തു പോകാൻ പറ്റും എന്നുള്ളത് ഈ ഒരു ബ്രാഞ്ചിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയേണ്ടത്, നമുക്ക് എല്ലാ തരത്തിലും ഒരു സോഷ്യൽ റെസ്പെക്ട് ആയാലും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടാണെങ്കിലും നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാനും പറ്റും എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു കുട്ടി മെഡിക്കൽ സൈഡിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡോക്ടർ, നഴ്സ് എന്നുള്ളതല്ലാതെ നമ്മൾ മുമ്പേ പറഞ്ഞ ഒരുപാട് അലൈഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. പക്ഷെ ഈ കോഴ്സുകളൊക്കെ എവിടെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞാൽ നമ്മളൊരു കുട്ടിയെ പ്രിപ്പയർ ചെയ്യിക്കുമ്പോൾ, മെഡിക്കൽ സൈഡിലേക്ക് പ്രിപ്പയർ ചെയ്യിക്കുമ്പോൾ നമ്മൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം കുട്ടി +2 ശേഷം അല്ല അവനെ നമ്മൾ കൺവിൻസ് ചെയ്യേണ്ടത്. ഒരു മിനിമം ഒരു 8th 9th സ്റ്റാൻഡേർഡ് മുതൽ ഈ ഒരു കാര്യം കുട്ടി അവെയർ ആയിരിക്കണം. ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വന്ന് +1 +2 കൂടെ തന്നെ ഇത് പഠിച്ച് എഴുതിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം അവിടെ ലാഭിക്കാൻ പറ്റും. ഇനി അങ്ങനെ അല്ലാത്ത ആളുകളെ സംബന്ധിച്ചാണ് ഒരു വർഷത്തെ കോച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരു വർഷം മാറ്റി വെച്ച് എക്സാം എഴുതി അഡ്മിഷൻ കിട്ടുന്നു. അങ്ങനെ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു 100 റാങ്കിനോ 200 റാങ്കിനോ ഒക്കെ അകത്ത് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ പല എയിംസുകളിലായിട്ടൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു 1000 റാങ്കിനകത്തൊക്കെ വരേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ലക്ഷ്യം വെക്കാൻ പറ്റുന്നത് ജിപ്മർ ആണ്. അതും കഴിഞ്ഞാൽ CMC വെല്ലൂര് പോലെയുള്ള സ്ഥാപനങ്ങളെ നമ്മൾ ലക്ഷ്യം വെക്കണം. പിന്നെ ഓഫ് കോഴ്സ് AFMC ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കാൻ പറ്റും. അതും വളരെ നല്ലതാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ പാസ്സായാലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മിലിറ്ററി അല്ലെങ്കിൽ ഫോഴ്സ് നേരിട്ട് അവരെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് പിന്നീട് ജോലി അന്വേഷിച്ച് നടക്കുക എന്ന് പറയുന്ന ഒരു കാര്യമൊന്നും അവിടെ വരുന്നില്ല. അതും കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സ്റ്റേറ്റും നടത്തുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ MBBS പഠിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത്. എന്ന് കരുതി സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ മോശമാണെന്നല്ല. ഇന്ന് പല സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലും ഒക്കെ വരുന്ന അത്രയും പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഈ പേഷ്യന്റ് ഇന്ററാക്ഷൻ ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഘടകം. എത്ര കൂടുതൽ പേഷ്യൻസുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാന ഘടകം. അപ്പോ പല സ്വാശ്രയ കോളേജുകളിലും ഇപ്പോൾ സ്വാശ്രയ ഹോസ്പിറ്റലുകളിലും പേഷ്യൻസ് വളരെയധികം വരുന്നത് കൊണ്ട് ഈ പേഷ്യൻസ് ഇന്ററാക്ഷൻ ഇപ്പൊ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫൈനാൻഷ്യൽ സൈഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പഠിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഈ കുട്ടിയുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും. ആ ഒരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പറ്റുന്നത് തന്നെയാണ് നിലവിൽ നമുക്ക് ഒരു നല്ല കാര്യമായിട്ട് ഇതിനകത്ത് പറയാനുള്ളത്. അതിനുശേഷമാണ് നമ്മൾ നഴ്സിംഗ് സൈഡിലേക്ക് നോക്കേണ്ടത്. നഴ്സിംഗ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ എയിംസിൽ BSc നഴ്സിംഗിന് കിട്ടണമെങ്കിലും അല്ലെങ്കിൽ ജിപ്മറിൽ കിട്ടണമെങ്കിൽ CMC വെല്ലൂർ കിട്ടണമെങ്കിൽ അവരുടേതായ ഒരു എൻട്രൻസ് ടെസ്റ്റ് നമ്മൾ എഴുതേണ്ടി വരും. എന്നാൽ നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജുകളിലൊക്കെ BSc നഴ്സിംഗിന് കിട്ടണമെങ്കിൽ നിലവിൽ നമ്മൾ നീറ്റ് എക്സാം ഒന്നും എഴുതേണ്ട കാര്യമില്ല. +2 മാർക്ക് വെച്ചതിന് ശേഷം LBS എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് കൗൺസിലിങ്ങിന് വിളിക്കുന്നത്. പക്ഷെ അതിന്റെയൊക്കെ സീറ്റ്സിന്റെ എണ്ണം വളരെ കുറവായതുകൊണ്ട് ഏറ്റവും ടോപ്പ് സ്കോറുകളുള്ള കുട്ടികൾക്കായിരിക്കാം പൊതുവെ ഈ സീറ്റുകളൊക്കെ കിട്ടുന്നത്. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഈ പറയപ്പെടുന്ന പോലെയുള്ള പലതരത്തിലുള്ള അലൈഡ് കോഴ്സുകൾ നമുക്ക് ഈ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ എഞ്ചിനീയറിംഗ് സൈഡിനെ അപേക്ഷിച്ച് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ എന്താ പറയേണ്ടത്, നമ്മുടെ കുറച്ച് സോഫ്റ്റ് സ്കിൽസ് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതെല്ലാവർക്കും അറിയാലോ. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗി ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഡോക്ടറിന് ക്ഷമ, കരുണ, ദയ, ആർദ്രത, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ക്രൈറ്റീരിയ പറഞ്ഞിരുന്നു. അതിനകത്ത് ഒന്നാണ് നമ്മുടെ പേഴ്സണാലിറ്റി. നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അതിലൊരു ഘടകമാണ്. അപ്പോൾ നമുക്ക് ചില പേഴ്സണൽ ആയിട്ടുള്ള
എന്താ പറയേണ്ടത്, പോസിറ്റീവ്സും നെഗറ്റീവ്സും കാണും. അതും കൂടെ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പറയപ്പെടുന്ന ഒരു ഡോക്ടർ ആവാൻ നമുക്ക് നമ്മൾ അത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസ് കൂടെ നമുക്ക് അവിടെ ആവശ്യം വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ജോലി ആസ്വദിച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയുമൊക്കെയാണ് നമുക്ക് ഒരു ചെറിയ സമയത്തിനുള്ളിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അരുൺ സാർ? സാർ, സെഷൻ വളരെ നല്ലതായിരുന്നു. കാരണം അത്ര ഡീപ്പായിട്ട് സാറ് എടുത്തിട്ടുണ്ട്. ആർക്കും ഒരു ക്വസ്റ്റ്യനുള്ള അവസരം പോലും ഇല്ലാത്ത രീതിയിൽ സാർ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എങ്കിലും നമുക്ക് ബാക്കിയുള്ളവരുടെ ആർക്കെങ്കിലും ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആക്കിയാലോ, ഒരു 10 minutes? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഇതിൽ ക്ലാരിഫിക്കേഷൻ വേണ്ടതായിട്ടുണ്ടെങ്കിൽ ഒന്ന് സാറിനോട് ചോദിക്കാം. സാർ സംസാരിച്ച് വന്നതിൽ പറഞ്ഞു പോയോന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ BSc നഴ്സിംഗ് ഇപ്പൊ എല്ലാം 4 year കോഴ്സസ് ആണെന്ന് തോന്നുന്നു അല്ലേ? 3 year ആണോ? അതെ 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 എല്ലാം 4 year ആണല്ലോ അല്ലേ? അതെ അതെ. സാറേ നമസ്തേ. നമസ്തേ നമസ്തേ, പറഞ്ഞോളൂ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നല്ല സാർ, അരുൺ സാർ പറയുന്ന ഒരു ക്വസ്റ്റ്യന് പോലും ഇടയില്ല. വളരെ സന്തോഷം. പിന്നെ അതുപോലെ തന്നെ സാറേ, നമുക്ക് ഇപ്പം ഈ ഒരു സയൻസ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് കുട്ടികള് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സാറിന് എന്തെങ്കിലും ഒന്ന് മറ്റുള്ളവർക്ക് അറിയിലേക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ വളരെയധികം സാധ്യതകളുള്ള, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സൈഡിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ നിലവിൽ പറയപ്പെടുന്ന ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് CS ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആണ് ഏറ്റവും കൂടുതൽ. അതിന്റെ എഞ്ചിനീയറിംഗ് ഡിഗ്രി, BTech ഡിഗ്രിയാണ്. വരും വർഷങ്ങളിൽ അത് ചിലപ്പം ഒരു പക്ഷേ അത് മാറിയേക്കാം എന്നാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷെ നിലവിൽ കമ്പ്യൂട്ടർ സയൻസിന് ഒരുപാട് സാധ്യതകളുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ IT എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ച് ഇപ്പം അതിന്റെ ഒരു ടോപ്പിൽ നിൽക്കുന്ന ഒരു പീരീഡ് ആയിരുന്നല്ലോ. എസ്പെഷ്യലി ആ കോവിഡിന് ശേഷമൊക്കെ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ വഴി മാറിപ്പോയി. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താ പറയേണ്ടത്, ഈ ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ഒരുപാട് പ്രൊഫഷണൽസിനെ നിലവിൽ ആവശ്യമുള്ളതുകൊണ്ട് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിന് ഭയങ്കര ഡിമാൻഡുള്ള ഒരു ബ്രാഞ്ചാണ് നിലവിൽ. നാളെ ഇത് എഞ്ചിനീയറിംഗിന്റെ കാര്യമായതുകൊണ്ട് ഇത് എന്താ പറയണ്ട, ഒരു 5 വർഷം കഴിഞ്ഞും ഇത് ഇതുപോലെ തന്നെ ആയിരിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പം നമ്മളൊക്കെ പഠിപ്പിക്കുന്നതിൽ പാലാ ബ്രില്യന്റിൽ നിന്ന് പാസ്സാവുന്ന കുട്ടികളാണ് പൊതുവെ നമ്മുടെ JEE അഡ്വാൻസ്ഡിനൊക്കെ ടോപ്പ് വരുന്ന കുട്ടികൾ കേരളത്തിൽ. അവരെല്ലാവരും തന്നെ ഏതെങ്കിലും ഒക്കെ IIT-കളിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആണ് എല്ലാവരും ആദ്യം കിട്ടുമോന്ന് നോക്കുന്നത്. അത് കിട്ടിയില്ലെങ്കിലാണ് ഇപ്പം നിലവിൽ ബാക്കി ബ്രാഞ്ചസിലേക്കൊക്കെ പോകുന്നത്. ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ചില ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊക്കെ BSc കമ്പ്യൂട്ടർ സയൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ BTech ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് മാത്രമായിട്ട്. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിന്റെ കൂടെ കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്. അപ്പൊ അതില് ഏതാണ് പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? GP റൈറ്റിംഗിലോട്ടാണ് പ്ലാൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നിലവിൽ കമ്പ്യൂട്ടർ സയൻസിന് എന്താ പറയേണ്ടത്, ഭയങ്കരമായ ഒരു സ്കോപ്പ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് പറയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ. സാർ, അതില് ഞാന് പറഞ്ഞോളൂ. സർ സോറി. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഈ ജീനോം എഞ്ചിനീയറിംഗ്, ജീനോം ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ വേണ്ടി അത് ഏത് ഡയറക്ഷനിൽ പോയാൽ പറ്റും? ഒരു എമർജിങ് ഫീൽഡാണ്, അതിനകത്ത് കുറെ റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ശരിയാണ്. അതൊരു എന്താ പറയേണ്ടത്, അതൊരു ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഈ ജീനോം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് ജീൻ എഡിറ്റിംഗ്, ജീൻ തെറാപ്പി, അങ്ങനെയൊക്കെയുള്ള
എന്താ പറയേണ്ടത്, അതൊരു ഫോർ എമർജിങ് എക്സാമ്പിൾ ഇപ്പൊ ആയിട്ടുള്ള. ആ ഇപ്പൊ ക്യാൻസറിനുള്ള വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇതിന്റെ ഒരു പാർട്ടാണ്. അത് ഒരു പർട്ടിക്കുലർ ഒരാളുടെ ജീൻ എടുത്ത് അതിനെ അതെ അനലൈസ് ചെയ്ത് അവരുടെ ജീൻ ഫോർമാറ്റ് വെച്ചിട്ട് ഓരോ ഇൻഡിവിജ്വൽസിനുള്ള വാക്സിനാണ് അത് കണ്ടുപിടിക്കുന്നത് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ വെച്ചാൽ ഇനി വരുന്ന ഒരു വലിയൊരു ബിൽഡിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ചോദിച്ചത്. അത് മാത്രമല്ല ഇപ്പൊ തീർച്ചയായിട്ടും. ആ മെഡിക്കൽ അഗ്രികൾച്ചർ അങ്ങനെയുള്ള ഫീൽഡിലേക്കൊക്കെ അതിനൊരു വളരെയധികം വലിയൊരു സാധ്യത കാണുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇത് വളരെ എന്താ പറയേണ്ടത്, വളരെ പുതിയൊരു റിസർച്ചും കാര്യങ്ങളും നടക്കുന്ന ഒരു മേഖലയാണല്ലോ ഇത്. പക്ഷെ നമുക്ക് ഇതിനകത്ത് എന്താ പറയാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കൺവെൻഷനൽ ആയിട്ട് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനകത്ത് അത് വന്നിട്ടില്ലല്ലോ നിലവിൽ. അപ്പൊ നമുക്ക് കൃത്യമായിട്ടൊരു ഡേറ്റ പറയാൻ പറ്റുന്ന, അതായത് ഒരു തൊഴിൽ സാധ്യത എത്രത്തോളം ഉണ്ട്, എത്രത്തോളം എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയുന്നത് ഒരു കൺവെൻഷനൽ, അതായത് കുറെ നാളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലാണ്. പക്ഷെ ഇപ്പം മാഡം പറഞ്ഞ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് സൈഡിൽ ആർട്ടിഫിഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നാളെയുടെ ഒരു 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 എന്താ പറയണ്ട ഒരു ബ്രാഞ്ചാണ് ഇപ്പൊ പറഞ്ഞ കാര്യം. അപ്പോ ഞാനിപ്പോ ഇന്ത്യയിൽ ഞാനിപ്പോ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് US അങ്ങനെ കൺട്രീസിലാണ് ഇതിന്റെ കൂടുതൽ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ 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 പക്ഷെ ഇത് IIT-കളിൽ ഉണ്ടല്ലോ മാഡം, ഉണ്ടല്ലോ അല്ലെ? IIT ഡൽഹി, IIT ഡൽഹി മദ്രാസിലുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂർ IISc-യിലില്ലേ ഇത്? IIT മദ്രാസ് ആണ് ഞാൻ കണ്ടതെന്ന് എന്റെ ഓർമ്മ. IIT മദ്രാസിലുണ്ട് മാഡം, മദ്രാസിലുണ്ട്, ഡൽഹിയിലുണ്ട്. പിന്നെ നമ്മുടെ ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇല്ലേ ബാംഗ്ലൂർ, അവിടെ ഉണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. IISc എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലുണ്ട്, കൺഫേംഡ്. അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നത് JNU-വിലുണ്ട്. ഞാൻ ശരിക്കും പറയാം, എന്റെ മോനിപ്പോ 10ാം ക്ലാസ്സിലായതേ ഉള്ളൂ. ഞാൻ ഈ എൻട്രൻസ് എക്സാമിനെ പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിയിട്ടില്ല. അതെല്ലാം ഈ കോമൺ എൻട്രൻസ് എക്സാമിന് വരുന്നത് തന്നെയല്ലേ ഈ ഒരു കോഴ്സിലേക്ക് പോകണമെങ്കിൽ? ഈ ഒരു കോഴ്സിൽ അതൊന്ന് ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കേണ്ടി വരും കേട്ടോ. കാരണം ഇതൊരു പുതിയ ഞാനതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമേ. നമ്മളൊരു തെറ്റ് പറയാൻ പാടില്ലല്ലോ. ഓക്കെ, ശരി. 1993-ലെ എൻ്റെ മകൻ ബയോടെക്നോളജിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ സെപ്പറേറ്റ് എഴുതിയിരുന്നു, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ. അന്ന് ഇതിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ എനിക്കറിയില്ല. ഓക്കെ, ശരി. സാർ ഞാനിത് നോക്കുമായിരുന്നേ. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. എൻട്രൻസ് എക്സാംസ് ടു ഗെറ്റ് ഇൻ ടു ജീനോം എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് IIT-യിലാണെങ്കിൽ JEE അഡ്വാൻസ്ഡ് തന്നെയാണ് കേട്ടോ. IIT-കളിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ JEE അഡ്വാൻസ്ഡ് തന്നെയാണ്. പിന്നെ ഇതൊരു എഞ്ചിനീയറിംഗ് കോഴ്സായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കതിന്റെ MTech കോഴ്സാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ടല്ലോ, ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഗേറ്റ് എക്സാം എഴുതാം. ഇനി അതല്ല, ഇതിൽ MSc, ഈ ജീനോം എഞ്ചിനീയറിംഗിൽ നമ്മൾ MSc ആയിട്ടാണ് കോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി തരുന്ന BSc-ക്ക് ശേഷം നമ്മൾ ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ MSc, JAM എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്. ആ എക്സാം എഴുതിയാലും നമുക്ക് ഈ IIT-കളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഈ പറയപ്പെട്ട കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടും എന്നാണ് ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും? ഇനി ആർക്കും ഒന്നുമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ. അപ്പോ സാർ വളരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു.
ആർക്കും താങ്ക് യു അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കേണ്ടി വന്നില്ല. അത് അത്രയും കൂടെ സാറ് തന്നെ അത് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ താങ്ക് യു കഴിഞ്ഞ സെഷനിലും ഇതുപോലെ തന്നെയായിരുന്നു. അധികം ആർക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കേണ്ടി വന്നില്ല. എല്ലാം നല്ല രീതിയിൽ സാർ പ്രസന്റ് ചെയ്തു. അപ്പൊ ഇതും അതുപോലെ തന്നെ ഒരു നല്ല സെഷൻ ആയിരുന്നു. അപ്പം ഇനിയും നമുക്ക് ഇതിന്റെ തുടർച്ചയെന്നോണം ബാക്കി സെഷൻസ് കൂടെ കണ്ടക്ട് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഇനി കൊമേഴ്സിന്റെയും അങ്ങനെയൊക്കെയുള്ള മറ്റ് സ്ട്രീമിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സെഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത സെഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോ സാറിന് നന്ദി പറയാൻ നമ്മുടെ ദിൻകറിനെ ക്ഷണിക്കുന്നു. താങ്ക്സ് അമൃത്. സോ സെഷൻ ആസ് യൂഷ്വൽ നമുക്ക് അവിടെ ഒരു സർപ്രൈസ് ഇല്ല. രഞ്ജിത് ജി വളരെയധികം ക്ഷമാപൂർവം തന്നെ, ക്ഷമയോടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിപ്പോ കുട്ടികൾ കുറച്ചു പേരൊക്കെ ലിസൺ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു തരത്തിൽ നല്ലതാണ് നമുക്കെല്ലാവർക്കും. ഇപ്പം നമ്മളൊക്കെ പാരൻസ് ആണ്, അല്ലെങ്കിൽ ഈ ഫീൽഡ്, ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ രഞ്ജിജി പറഞ്ഞ ഒരു പോയിന്റ്, ഈ പേഴ്സണാലിറ്റി അനുസരിച്ചിട്ടുള്ള ജോബ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ എനിക്കൊരു കാര്യം അടിയാനുള്ളത്, ഞാൻ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കരിയർ അസസ്മെന്റ്സുകൾ ചെയ്തു കൊടുക്കുന്ന പിയേഴ്സിന്റെ ഒരു സർട്ടിഫൈഡ് ഒരു അസസ്മെന്റ് ഒരു ഗൈഡാണ്. അപ്പോൾ അങ്ങനെ, പക്ഷെ നമ്മൾ അത് ചെയ്യുന്നത് ആ അസസ്മെന്റും അത് ബേസ് ചെയ്തിട്ടുള്ള കൗൺസിലിംഗ് മാത്രമാണ് ചെയ്യാറ്. കൂടുതൽ കരിയർ ഓപ്ഷൻസ്, ചോയ്സസിന് ഒരു ഗൈഡൻസ് മാത്രമേ കൊടുക്കാവുള്ളൂ. പക്ഷേ ഈ കുട്ടികൾക്ക് ഏത് ഏരിയയിലാണ് അവർക്ക് താല്പര്യം, അവരുടെ പേഴ്സണാലിറ്റി ബേസ്ഡ് ആയിട്ട്, അവരുടെ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടും ഒക്കെ ഏതൊക്കെ കരിയർ സ്ട്രീംസ് ആണ് സ്യൂട്ടബിൾ എന്നൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാതിരിയുള്ള ടെസ്റ്റുകൾ ചെയ്ത് അതിന്റെ റിസൾട്ട്സ് ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി ഈ ഒരു ഈ സെഷനും കഴിഞ്ഞ സെഷനും കൂടെ കൊണ്ട് തന്നെ കുറേയേറെ കാര്യങ്ങൾ ഈ സ്ട്രീമിൽ വരുന്ന അതിനെ പറ്റിയിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് കിട്ടി എന്നുള്ളത് എനിക്ക് പേഴ്സണലി തന്നെ വളരെയധികം ഗുണകരമാണ്. രണ്ടാമത്തെ കാര്യം, അതല്ലെങ്കിൽ പോലും ഇപ്പൊ എനിക്ക് ഉറപ്പാണ് ഈ കേട്ടിരിക്കുന്ന നമ്മൾ പാരൻസും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോ നമ്മുടെ ബന്ധുക്കൾക്കോ ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു 2 സെഷൻ. ഇന്ന് നടന്നതും ജൂൺ 8-ാം തീയതി ആയിരുന്നു എന്നാണ് ഇതിന് മുന്നത്തെ സെഷൻ. അപ്പൊ ഈ ഒരു സെഷൻ കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രയോജനം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ സമുദായത്തിലും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അവരൊരു ഇത് ചോദിച്ചാൽ ഏത് ചൂസ് ചെയ്യണം. ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാമല്ലോ, ഇപ്പം ഒത്തിരി കുട്ടികൾ ഈ അസസ്മെന്റ് ഒക്കെ ചെയ്യാൻ വരുമ്പോൾ അവരുടെ അക്കാഡമിക് സ്കോർ വളരെ മികച്ചതൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ എന്നാൽ അവർക്ക് മറ്റേ സെക്കൻഡ് ഗ്രൂപ്പ് സയൻസ്, ബോട്ടണി, ബയോളജി ഒക്കെ എടുത്ത കുട്ടികളായിരിക്കും. അപ്പൊ നീറ്റ് എഴുതണോ വേണ്ടയോ എന്നുള്ള വരുമ്പോഴത്തേക്ക് നമ്മൾ ഡെഫിനറ്റ്ലി പറയാറുണ്ട് അവരോട്, ഇപ്പം മെഡിസിൻ അല്ലെങ്കിൽ അത് മാത്രമല്ലാതെ തന്നെ അലൈഡ് ഹെൽത്ത് സർവീസസ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. പക്ഷെ അതിൽ എന്തൊക്കെ കോഴ്സുകളാണ്, അത് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഈ സ്കോറിൽ നിന്ന് വരുന്നതെന്നൊക്കെയുള്ള ഒരു അഡീഷണൽ ഇൻസൈറ്റും ഇൻഫർമേഷനും കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു സെഷൻ ആയിരുന്നു. അപ്പോൾ ഇനിയും അമൃത് പറഞ്ഞതുപോലെ ഇനിയും ഇതുമാതിരത്തെ സെഷൻസ് നമ്മൾ ഇനിയും തുടർന്നും സംഘടിപ്പിക്കും. അത് ഇപ്പൊ ഇതൊന്ന് തുടങ്ങി കിട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇനി ഈ ഇതിൽ തന്നെയുള്ള കുറെ യുവാക്കൾ തന്നെ ഉണ്ട്. അവര് തന്നെ ഈ സെഷൻസ് ഓർഗനൈസ് ചെയ്യുകയും അവരുടെ പരിചയത്തിലുള്ള കുട്ടികളെയും കസിൻസിനെയും ഒക്കെ കൊണ്ടുവന്ന് ഇതിനെ ഒരു വലിയൊരു വിജയമാക്കി തീർക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ രഞ്ജിത്ത് അറക്കൽ സാറിന് ഞങ്ങളുടെ VNFന്റെ പേരിലും VNF യുവയുടെ പേരിലും ഞങ്ങളുടെ പേഴ്സണൽ പേരിലും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരും, സീനിയേഴ്സ് ആണെങ്കിൽ പോലും എനിക്ക് ഒരു തരത്തിൽ സന്തോഷം വന്ന് നമ്മൾ തുടങ്ങിയപ്പോൾ ഉള്ള ഏകദേശം അതേ നമ്പർ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 1-2 പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വന്നു, ഇടയ്ക്ക് വന്നു പോയി. എന്നിരുന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും ഈ സമയം വരെയും ഉണ്ടെന്നുള്ളത് ഈ ഒരു സെഷന്റെ ഒരു മേന്മയായിട്ട് തന്നെ ഞാൻ കാണുന്നു. അപ്പൊ പങ്കെടുത്ത എല്ലാവർക്കും കൂടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. വിഷിംഗ് എവറിബഡി എ ഗ്രേറ്റ് ഈവനിങ്. താങ്ക് യു.